ചെയ്യുന്നു. കർത്താവിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെടണമെന്ന ഈ ലോകത്തിനും പാവപ്പെട്ട എനിക്കുമൊന്ന് യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ സന്ദേശം അറിയിപ്പാൻ എനിക്ക് സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് കോടാകോടി സ്തോത്രം ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ യോഗത്തിലും ഈ പാവപ്പെട്ടവനായി എനിക്കും കടന്നു വന്ന് യേശുക്രിസ്തുവിന്റെ സന്ദേശം അറിയിപ്പാൻ ദൈവം ഒരുക്കി ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് യേശുക്രിസ്തുവിന് കോടാനും കോടി സ്തോത്രം ചെയ്യും. ലോകത്തിൽ ദൈവത്തിന്റെ ഒന്നാമത്തെ പിണക്ക് വിഗ്രഹ ആരാധനയാണ്. ലോകത്തിൽ ദൈവത്തിന്റെ ഒന്നാമത്തെ പിണക്ക് വിഗ്രഹ ആരാധന. മനുഷ്യന്റെ കൈകൊണ്ട് ദൈവം അല്ലെങ്കിൽ മനുഷ്യന്റെ കൈകൊണ്ട് ദൈവങ്ങളെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പിണക്ക് വേറെ ഒന്നുമില്ല. മനുഷ്യന്റെ കൈകൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ദൈവങ്ങളെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നത് പോലെ ദൈവത്തിന്റെ പിണക്ക് വേറെ ഒന്നുമില്ല. എന്നാൽ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുടുംബത്തിൽ നിന്ന് സർവശക്തനായ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. ഞാനിപ്പോൾ വിടുതലിന്റെ അങ്ങനെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ കുടുംബങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. അങ്ങനെ ഇപ്പോൾ ആ വിടുതലിന്റെ ആത്മാവിനെ കൊണ്ട് ദൈവം നിർവഹിച്ചിരിക്കുക. മോശയ്ക്ക് ദൈവം കൊടുത്തപ്പോൾ ആകാശത്തിന്റെ കീഴ് ഭൂമിയുടെ മേലെ മനുഷ്യന്റെ കൈകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഗ്രഹത്തെ വണങ്ങുകയോ സേവിക്കുകയോ ചെയ്യുന്ന ദൈവം നേരിട്ട് സംസാരിച്ച വിഷയമാണ് മോശയോട്. മോശയ്ക്ക് ദൈവത്തിന്റെ കൽപ്പന കൊടുക്കുമ്പോൾ ആകാശത്തിന്റെ കീഴ് ഭൂമിയുടെ മുകളിലുള്ള യാതൊന്നിന്റെയും അത് വിഗ്രഹങ്ങള് ആകൃതികളെ ഉണ്ടാക്കിയോ വണങ്ങിയോ ചെയ്യരുതെന്ന് മോശയ്ക്ക് മുന്നമേ തന്നെ കൽപ്പന കൊടുത്തിരുന്നു. അബ്രഹാമിന്റെ കുടുംബത്തിലെ ഏഴക ദൈവങ്ങളെ ഉണ്ടാക്കി വിശ്വസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനോട് എതിർക്കുവാനും അവന്റെ നേരെ വെള്ളയൂണ്ടി തെറ്റെന്ന് പറയാനും ഒരുത്തർ മുൻപോട്ട് വന്നില്ല. അബ്രഹാമിന്റെ കുടുംബങ്ങളില് അബ്രഹാമിന്റെ പിതാവ് ഏഴക വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിട്ട് അത് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി വെളിയിൽ ഇറങ്ങി വന്നിട്ട് വിരല് ചൂണ്ടി അത് ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ഒരുവനെ ഒരുക്കി. ദൈവം മനസ്സിലപ്പോൾ ദൈവം ഇറങ്ങി നേരിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം നേരിട്ട് ഇറങ്ങി അതേ ഒരു കാര്യം ചെയ്യത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ദാസന്മാര് മനുഷ്യന്റെ കൂടെയാണ് അപ്രവർത്തനം ചെയ്യുന്നത്. ഏകന്റെ മകനാകുന്ന അബ്രഹാമിന് ഒരു കുട്ടി ഇത് തെറ്റാണെന്ന് ഏകന്റെ മകനാകുന്ന അബ്രഹാമിന് ദൈവത്തിന്റെ ഒരു പവർ കിട്ടി ഇത് തെറ്റാണെന്ന്. കേരളക്കരയില് വിശ്വാസദാനത്തെ അടക്കി ഒതുക്കി പുരോഹിതന്മാരും പട്ടക്കാരും തിരുമേനിമാരും അത് ഒതുക്കിയപ്പോൾ അവരെല്ലാം കുടുംബത്തിൽ നിന്ന് വിശ്വാസദാനത്തിന് വേണ്ടി പെന്തക്കോസ്ത് വളർന്നതുപോലെ അപ്പോൾ ദേവന്റെ വീട്ടില് ഒരു റിവൽ ഉണ്ടായി. കേരളത്തില് വിശ്വാസ സ്നാനത്തിന് എതിരായിട്ട് പുരോഹിതന്മാരും തിരുമേനിമാരും ഒക്കെയും പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം ചില വ്യക്തി വരുന്നത്. യേശുക്രിസ്തു പരസ്യമായി അല്ലെങ്കിൽ ഓപ്പണായിട്ട് പരസ്യമായി മുങ്ങിക്കാണിച്ച വിശ്വാസ പുരോഹിതങ്ങളെ അടക്കി വെച്ചപ്പോൾ ദൈവം യേശുക്രിസ്തു പരസ്യമായി മുങ്ങിയുള്ള സ്നാനത്തെ പരസ്യമായി സാക്ഷ്യം കാണിച്ചിട്ട് മുന്നോട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ പുരോഹിതന്മാരും ക്രിസ്ത്യാനികളെ ഒടുക്കി വെച്ചു. എന്നാല് സ്വർഗത്തിലെ ദൈവം അത് അല്ലാതെ ശരി കാണിക്കുവാനെ കുറിച്ച് എല്ലാം വിളിച്ചു വന്നു. പുരോഹിതന്മാരുടെ കുടുംബത്തിൽ തന്നെ അവരെ തന്നെ എഴുന്നേൽപ്പിച്ച് അവർ തന്നെ തിരിച്ചു പ്രസംഗിച്ചു. പുരോഹിതന്മാരുടെ കുടുംബത്തിൽ തന്നെ അവരെ ആൾക്കാരെ എഴുന്നേൽപ്പിച്ച് അവർ തന്നെ തിരിച്ചു പ്രസംഗിച്ചു. അനേകരും പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരാണ്. അവിടെ ഇരിക്കുന്ന അനേകരും പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയാണ് ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചത്. എന്നെ വിളിച്ചു വേർതിരിച്ചു. ഞാൻ ഈ വിഷയത്തിൽ വന്നപ്പോൾ എനിക്ക് വലിയ ആവേശമുണ്ടായി. ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വലിയൊരു ആവേശം. എന്താണ് ആവേശം? എന്താണ് ആവേശം? പാപം തന്നെ ഈ പാട്ട് പാടിക്കൊണ്ട് ഒരുപാട് വന്നപ്പോൾ എന്നെ തറയിൽ നിർത്തിയില്ല. എങ്കിലും ദൈവകൃപയാ ഞാൻ കുറെ ദൈവങ്ങളെല്ലാം ഓടിച്ചെടുത്തു. കുറെ ദൈവങ്ങളെല്ലാം മോഷിച്ചെടുത്തു. എന്റെ വീട്ടിന്റെ ഒരു വശത്ത് പൂജാമുറിയാണ്. എന്റെ വീട്ടിന്റെ ഒരു വശത്ത് പൂജാമുറിയാണ്. എന്റെ കുടുംബത്തിൽ ഇതുവരെയും മത്സ്യമാംസം ഉപയോഗിച്ചിട്ടില്ല. ഇനി ഒക്കത്തുമില്ല. എന്റെ കുടുംബത്തിൽ ഇതുവരെയും മത്സ്യമാംസങ്ങള് ഉപയോഗിച്ചിട്ടില്ല. ഇനി ഒക്കത്തുമില്ല. ഒരു ദിവസം പൂജാമുറിയിൽ അങ്ങോട്ട് കയറി എന്റെ മാതാവും പിതാവും കൂടെ എളുപ്പം കാലം നാമം പറഞ്ഞിട്ട് പലപ്പോഴും വിളക്കമുണ്ട്. ഒരിക്കലും അത് പൂജാമുറിയിലോട്ട് കയറി എന്റെ മാതാവും പിതാവും കൂടെ നാമം ജപിച്ചിട്ട് അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്,
പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തെറ്റാണ്. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തെറ്റാണ്. വർഷങ്ങളായി ഈ ദൈവങ്ങളെ കുത്തിയിരിക്കാൻ ഇവന്മാർക്ക് പോക്കുമില്ല, നടപ്പുമില്ല, ഇരിപ്പുമില്ല, ചിരിപ്പുമില്ല, ഗുണയുമില്ല. വർഷങ്ങളായി ഇവന്മാരൊക്കെ അവിടെ കുത്തിയിരിക്കുകയാണ്. ഇവന്മാർക്ക് പോക്കുമില്ല, വഴുത്തുമില്ല, ചിരിപ്പുമില്ല, അങ്ങനെ കുത്തിയിരിക്കുക. ഞാൻ ഒരു ദിവസം തീരുമാനിച്ചു, ഇവനെല്ലാം ഒന്ന് പൊക്കണമെന്ന്. ഇവരെ ഒന്ന് പൊക്കണം. പൊക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു മഹായോഗത്തിൽ ചെന്ന് ചാടിക്കൊടുത്തു. ആ ദൈവദാസൻ ചൂണ്ടി പ്രസംഗിച്ചു. അപ്പൊ എനിക്ക് സ്പീഡ് കയറി. ഞാൻ ആ ശക്തിയോടെ വീട്ടിൽ വന്നു. അപ്പൊ രാത്രി 12:30 മണിയായി. ഇവിടെ 12:30 ഉറക്കമില്ല. ഞങ്ങളുടെ നാട്ടിലേക്ക് 12:00 ഭയങ്കര ഉറക്കമാണ്. ഇവിടെ 12:00 ഉറക്കമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ 12:00 നല്ല ഉറക്കം. ഞാൻ ഒരു വശത്തൂടെ കയറി. ഓടിറക്കിയിട്ട് അമ്മയുടെ അപ്പന്റെ മുകളാമുറിയിലേക്ക് ചാടി. അമ്മയുടെയും അപ്പന്റെയും പൂജാമുറിയിൽ ചാടി. അപ്പോഴും കുന്തിരിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂജ കഴിഞ്ഞ് പോയ അപ്പനൊക്കെ ഉറങ്ങിയിട്ട് ചില മണിക്കൂർ കഴിഞ്ഞു. പൂജ ചെയ്ത് പോയി അപ്പനൊക്കെ ഉറങ്ങിയിട്ട് ചില മണിക്കൂറായി. ഞാൻ സിമെന്റ് ചാക്ക്, പ്ലാസ്റ്റിക് ചാക്കെടുത്ത് കുടഞ്ഞിട്ട് ഈ ദൈവങ്ങളെല്ലാം പറക്കി ഇതിനകത്തിട്ടു. ഞാൻ ഒരു സിമെന്റ് ചാക്ക് കുടഞ്ഞിട്ട് ഈ ദൈവങ്ങളെല്ലാം പറക്കി അതിനകത്തിട്ടു. ഞാൻ ആദ്യം ഒരു ബുദ്ധി ചെയ്തു. അകത്ത് ചാടിയിട്ട് ഞാൻ പയ്യെ ഒന്ന് പൊട്ടി നോക്കി വല്ല മിണ്ടുന്നു. ഞാനൊന്ന് പൊട്ടി നോക്കി ഇതുപോലെ മിണ്ടുന്നുണ്ടോ? ഞാൻ വചനം വെച്ചാണ് പൊട്ടിയത്. ഞാൻ വചനം വെച്ചാണ് പൊട്ടിയത്. 115 സംഗീതം വായിക്കുമ്പോൾ അവന് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, വായുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും കണ്ണുണ്ടെങ്കിലും 115 സംഗീതം വായിക്കുമ്പോൾ അവന് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, വായുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും. അപ്പൊ വേദപുസ്തക വചനം വെച്ചാണ് ഇവനോട് ഫൈറ്റ് ചെയ്യേണ്ടത്. വേദപുസ്തക വചനം വെച്ചാണ് ഇവനോടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടത്. അതായത് കണ്ണൻ സ്നാനപ്പെടാനായിട്ട് ഞെരുങ്ങിയിരുന്നപ്പോൾ യഹൂദന്മാരെ പള്ളിയിൽ പോയിട്ട് യവൻ ഗുണം പിടിക്കാതെ അങ്ങനെ ആവേശിരിക്കുമ്പോൾ ഒരു ചോട്ട ഉദേശി യവൻ നേരിട്ട് ലോറി സ്നാനപ്പെടുവാനാണ് യാതൊരു നിർവാഹമില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാരുടെ പള്ളിയിൽ പോയിട്ട് യാതൊരു ഗുണവും പിടിക്കാതെ മടങ്ങി വന്നോ ആ സന്ദർഭത്തിലാണ് ഒരു ചോട്ട ഉപദേശി അതായത് കണ്ണന്റെ ഒരു പൂടയ്ക്ക് വരത്തില്ല ഈ ചോട്ട ഉദേശി. ദൈവത്തിന്റെ കുതിരശക്തി ഫിലിപ്പോസിനെ അടിച്ചപ്പോൾ അവനെ മരിച്ചവന്റെ പവറ് അവൻ ദൈവമാണ് കൊടുത്തു. വയസ്സിലാണ് അടിച്ചപ്പോൾ അവനെ മരിച്ച പവറ് മറിക്കേണ്ട പവറ് മറിക്കേണ്ട പവറ് ദൈവം കൊടുത്തു. എന്താ പറയാനാ അവനെ തട്ടി ആറ്റിലിട്ട് പരസ്യമാറ്റി മുഖ്യാണ്. പിന്നെ അവന്റെ പെണ്ണുമ്പിളെ വീട്ടില് ഇവനെ പറഞ്ഞയച്ചത്. അവനെ തട്ടി ആറ്റിലിട്ടിട്ട് പരസ്യമാറ്റി മുഖ്യതിന് ശേഷമാണ് അവനെ പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ. പിന്നെയാണ് ചോട്ടാ നിന്റെ കാര്യം. പിന്നാണ് ചോട്ടാ നിന്റെ കാര്യം. ഈ പൊങ്ങിയോടൊക്കെ ഞാൻ പാലക്കുന്നിലെ ചേലക്കുന്നില്ല, നീ ഏത് കുന്നിൽ ജനിച്ചാലും നിന്നോടുന്ന് രാത്രി ഈ പാവപ്പെട്ട ആചാര്യ പറയാണ്, നീ ഉള്ളക്കാരും ആത്മാവിലും പരസ്യമായും യേശുക്രിസ്തുവും ശിക്ഷകന്മാരും കാണിച്ച മാതൃകയിൽ നീ ആടി വന്നില്ലെങ്കിൽ ദൈവരാജ്യം നീ സ്വപ്നം കാണത്തില്ല. പിന്നെയാണ് നിന്റെ ഒരു കാര്യം. ഈ പാലക്കുന്നേലും ചേലക്കുന്നേലുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ യേശുക്രിസ്തുവിനെ നീ സ്വപ്നം എല്ലാം നുള്ളി പറക്കിയിട്ടു ഇടുക്കി നോക്കി സംസാരിച്ചു നോക്കി അപ്പനുണ്ടല്ലോ അമ്മയൊക്കെ ഭക്ഷണമൊക്കെ ഇട്ടുകൊണ്ട് ചന്ദനക്കാരും ഇട്ടുകൊണ്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് വ്രതമാണ്. ഞായറാഴ്ച വ്രതമാണ്. മുറിച്ചു കല്യാണവും ശ്രീരാമ രാമ രാമനുണ്ട്. ഈ പാട്ട് പാടും. ഈ കത്തോലിക്കക്കാരുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ അതിന്റെ അകത്ത് ഓരോ ദൈവങ്ങളെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ആരെ മുമ്പ് പോയി പാടുന്ന പോലെയാണ് ഇവരെ പാട്ട്. കത്തോലിക്കരുടെ പള്ളിയിൽ ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ച് അതിന് മുന്നിൽ പോയി പാടുന്ന പോലെയാണ് ഇവരുടെ പാട്ട്. ഈ അമ്മയപ്പനും പാടുകയാണ്. വർഷങ്ങളായി എന്റെ കുടുംബത്തിൽ അമ്മയിൽ പാടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ആത്മീയത്തിന് ഒരു ഗുണവും പിടിച്ചില്ല. അതെ, വർഷങ്ങളായി എന്റെ അപ്പനും അമ്മ ഇങ്ങനെ പാടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആത്മീയമായി ഒരു ഗുണം പിടിച്ചിട്ടുണ്ട്. 10-100 ഉണ്ടായിരുന്നു. 10-100 ഉണ്ട്. എല്ലാം കൂടെ നുള്ളിപ്പറക്കി ചാക്കി കെട്ടിക്കൊണ്ട് വെളിയിൽ ചാടി. ഇരി എടുക്കാൻ ഒക്കത്തില്ല. എങ്ങനെ ഇരുന്ന് തോൾ കൊടുത്തെടുത്തു. അതിലാക്കിക്കൊണ്ട് വെളിയിൽ ചാടി. അപ്പൊ സംഗതി വശക്കാരാണ്. ഞാൻ പോയപ്പോൾ ബുദ്ധിയോടാണ് പോയത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് വാച്ചിരിക്കുമ്പോൾ ഒരുപാട് അടവുകളും ടെക്നിക്സിലും പഠിച്ചിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റിൽ ഇരിക്കുമ്പോൾ അടവുകളും ടെക്നിക്കുകളും പഠിച്ചു. അപ്പോൾ പോലീസുകാർ വന്നാൽ പട്ടി വന്നാൽ പോലീസ് നായ ഞങ്ങളെ പിടിക്കും. അപ്പൊ പോലീസ് നായ ചെറുത്ത് നിർത്തേണ്ട
പരിപാടി ഞങ്ങൾ പഠിച്ചിരിക്കുകയാണ്. അത് പോലീസ് നായെ ചേർത്ത് നിൽപ്പാനുള്ള പരിപാടി ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏത് വീട്ടിലും കയറി വോട്ട് ചെയ്യാം. ഏത് വീട്ടിൽ കയറി വോട്ട് ഒരു ചെറുനാരങ്ങി പിന്നെ വേറെ അത് ഞാൻ പറയത്തില്ല. ഒരു ചെറുനാരങ്ങായി വേറെ പിന്നെ അവയെ പറഞ്ഞില്ല. അവനെ കാലിൽ തേച്ചുകൊണ്ട് പോയാൽ അതിനെ കാലിൽ തേച്ചുകൊണ്ട് പോയാൽ ആരെ തട്ടിയിട്ട് അവിടെ ഇറങ്ങി വന്നിട്ട് ഈ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ഈ ചെറുനാരങ്ങ വേറെ ഒന്നിൽ മുക്കിയിട്ട് ഇങ്ങോട്ട് പോകാമെങ്കിൽ പട്ടി അവിടെ വന്നിരിക്കും. ആ പട്ടി അവിടെ വന്നിരിക്കും. പിന്നെ ഓലിഞ്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ഓലിഞ്ച് മുന്നോട്ട് പോകും. കാശ് കൊടുത്ത് പഠിച്ചതാ. അവിടെ കാശ് കൊടുത്ത് പഠിച്ചു. ഉമ്മായൊന്നുമില്ല. ആ പോലീസുകാരനെ എങ്ങനെ കൊല്ലണം, പോലീസുകാരനെ എങ്ങനെ കൊല്ലണം, ബാങ്ക് എങ്ങനെ കൊള്ളയടിക്കണം, ബാങ്ക് എങ്ങനെ കൊള്ളയടിക്കണം, പരിപാടിയാണ് ഞങ്ങളുടെ പരിപാടി. ദൈവം വിട്ടില്ല. ദൈവനെ വിടില്ല. ഞാൻ ഇത് കൂടെ കൊണ്ടുപോയി. ഇതുകൂടെ കൊണ്ടുപോയി നേരെ വെളിയിൽ ചാടി 3/4 മൈൽ കൊണ്ടുപോയി. പട്ടിയും പിന്നെ പേപ്പട്ടിയും ഒക്കെ ചാവുമ്പോൾ കൊണ്ടിടുന്ന ഒരു വലിയ പാൻകിണറ് അവിടെ കിടക്കാന് അവിടെ പോയി സമീപിച്ചു. ആ പട്ടിയും പേപ്പട്ടിയും ഒക്കെ ചാവുമ്പോൾ അങ്ങനെ കൊണ്ടിടുന്നതായ ഒരു വലിയ കിണറുണ്ട്. അവിടെ സമീപിച്ചു. അവിടെ വെച്ചുകൊണ്ട് ആ കിണറ്റിന്റെ 3 വളയം തന്നു. ആ കിണറ്റിന്റെ 3 വളയം വെച്ചു. എന്നിട്ട് ഈ ദൈവങ്ങളെ വെച്ചിട്ട് പറയാം, ഈ ദൈവങ്ങളെ വെച്ചിട്ട് പറയാം, തൂക്കിയെടുത്തു. നിന്നോട് പറയാം, എന്റെ അപ്പന്റെ കാലം കൊണ്ട് അപ്പന്റെ കാലം കൊണ്ട് നിന്നെ ഞങ്ങൾ കുമ്പിടുകയാണ്. ഞങ്ങൾ നിന്നെ ഈ രാത്രി 2 മണിക്ക് സ്നാനപ്പെടുത്താൻ പോയത്. നിന്നെ ഇന്ന് രാത്രി 2 മണിക്ക് സ്നാനപ്പെടുത്താൻ പോയി. പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഈ കിണറ്റില് സ്നാനപ്പെടുത്താൻ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കി കൊടുത്തു. അവിടെ കുത്തിയിരുന്നു. 5 മിനിറ്റായി വിഷയം. സ്നാനപ്പെടുത്തുമ്പോ നീ കേറി വന്നാൽ നിന്നെ ഞാൻ കുമ്പിടും. അല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി താ. ഇതാണ് എന്റെ വിശ്വാസം. ദൈവങ്ങൾ കുടിച്ചു കിടക്കുക. എവിടെ കയറാണ്? അവന് കാലുണ്ടെങ്കിലും കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. തിരുവല്ല, കോഴഞ്ചേരി, കുമ്പനാട്, റാന്നി, കോന്നി. തിരുവല്ല, കോഴഞ്ചേരി, കുമ്പനാട്, റാന്നി, കോന്നി. അവിടെ കുറെ ദൈവങ്ങൾ നിൽപ്പുണ്ട്. അവിടെ കുറെ ദൈവങ്ങൾ നിൽപ്പുണ്ട്. ദൈവം ഈ വർഷം മറ്റേ പാർട്ടി ഇങ്ങനെ നിൽക്കുക. അവിടെ അടിയിൽ ഒരു സ്തോത്രകാഴ്ച ദ്വാരവും വെച്ചിട്ടുണ്ട്. അവിടെ അടിയിലെ സ്തോത്രകാഴ്ച ഒരു ദ്വാരം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുരിശുണ്ട്. ഈ നിലനിൽക്കുക. വർഷങ്ങളായി കീവരച്ചൻ എടുത്തുവാ കണ്ടിട്ടുമില്ല, ഇയാളെ പോകത്തുമില്ല. വർഷങ്ങളായി നിന്നിട്ട് കീവരച്ചൻ എടുത്തുവാ കണ്ടിട്ടുമില്ല, ഇയാളെ പോയിട്ടുമില്ല. ഇതിനൊക്കെ തട്ടി കുടയ്ക്കണമെന്നേ. അവന്റെ നേരെ വിരലുകൊണ്ട് പ്രസംഗിക്കണം. എടുത്തു മാറ്റാൻ പിശാച് അനുവദിക്കുന്നില്ല. എന്റെ കൂട്ടുകാരന്റെ മോശയോട് എന്റെ വീട്ടുകാരനായ മോശ ഈ കാര്യം പറയാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഞാൻ സ്ഥലം വിട്ടു. ആ പോക്കാണ് ബോംബെ പോയത്. ആ പോക്കാണ് ബോംബെ. എനിക്കറിയാം, ഞാൻ കേരളത്തിൽ നിന്നാൽ എന്നെ കൊന്നുകളയും. ഞാൻ കുടുംബത്തിക്കാർ കളിച്ചിരിക്കുക. ദൈവങ്ങളോട് തൊട്ടിരിക്കുക. വെളുപ്പാങ്കാലം 4 മണിക്ക് അമ്മ എന്നും വരുന്ന പോലെ പൂജാമണി വന്നപ്പോൾ ദൈവങ്ങളൊന്നും കണ്ടില്ല. ഓ അമ്മ ഓടിക്കുന്ന അപ്പനെ 3 കുതിക്ക. ഒരു വിഷയം ഇല്ലോ. ദൈവങ്ങളെല്ലാം കാലാട്ടം കൊള്ളാൻ പോയിരിക്കുക. ദൈവങ്ങളെല്ലാം കാലാട്ടം കൊള്ളാൻ പോയി. അടുത്ത കാവില് അമ്പലത്തിലേക്ക് ഒരു പോക്കുണ്ടല്ലോ. അവിടെ ഇന്ത്യക്ക് ദൈവങ്ങൾക്ക് സൈറ്റടിയുണ്ട്. പെണ്ണുങ്ങളെ കാണാൻ പോകും ദൈവങ്ങൾ. ഇന്ത്യക്കുള്ള ദൈവങ്ങൾക്ക് സൈറ്റടി ഉണ്ടോ? പെണ്ണുങ്ങളെ കാണാൻ പോകും. യേശുവിനതില്ല. അതാണ് ഇതിന്റെ പരിപാടി. എന്നെ പോലെ ഗുണപ്പെട്ട ഈ കാര്യം പറയത്തുള്ളൂ. എന്നെ പോലെ ഗുണപ്പെട്ടവൻ മാത്രമേ ഈ കാര്യം പറയൂ. കർത്താവിന്റെ വിലിയനാഥൻ ഭാഷയിൽ AC ജോർജ് പറഞ്ഞാൽ അത്ര ഏക്കത്തില്ല. പറഞ്ഞാൽ അങ്ങോട്ട് ഏക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞാൽ ഏക്കത്തുള്ളൂ. ഞങ്ങൾ പറഞ്ഞാൽ അപ്പം വന്ന് നോക്കിയപ്പോൾ ദൈവങ്ങളില്ല. അടുക്കി വെച്ചിരിക്കുക. ഒന്നിനെയും കണ്ടില്ല. അപ്പം പറയാണ്, നീ പോയി കടാ. അവർ കാലാട്ടം കൊള്ളാൻ പോയിട്ടുണ്ട്. വരുമെന്ന് പറഞ്ഞു. ഇനി വരും. 1 മണിക്കൂർ കഴിഞ്ഞ് ഇവർ വന്നു നോക്കിയപ്പോൾ ദൈവങ്ങളെ കണ്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് നമുക്കൊരു കാര്യം ചെയ്യണം. ഈ ഒരു കാര്യം നമ്മുടെ ഇളയ മോൻ പറയാമല്ലോ, അവന് കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. ഇത് അവരെ വിളിച്ച് കാണിക്കണം. അതെ, നമ്മുടെ ഇളയ മോനെ പറയുകയാണല്ലോ, ഇവർക്ക് കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. ഈ കാര്യം ഉണ്ടല്ലോ, അവനെ വിളിച്ച് കാണിക്കണം. അവനെ കാണിച്ച് വിശ്വസിപ്പിക്കണം. ഇവരെ കാണിച്ച് ഇവർ നടക്കുന്നവരാണെന്ന് വിശ്വസിപ്പിക്കും. ഇത് കണ്ടെങ്കിൽ ഇവർ മാറി വരട്ടെ. ഇതൊന്ന് കണ്ടെങ്കിൽ ഇവൻ മറിഞ്ഞു തിരിഞ്ഞ് വരട്ടെ. ഹല്ലേലൂയ.
10 നാമം ചൊല്ലി കൊത്തിത്തീർക്കും ബിംബങ്ങളെ കൊണ്ടുവച്ചടക്കിയിരിക്കും തുണ്ടമല്ല സത്യ ദൈവം. കൊണ്ടുവച്ചെടുത്ത് ഒതുങ്ങുന്നല്ല മോശയുടെ ദൈവം. മോശയുടെ ദൈവം. നീ പിടിച്ചാൽ ചില അച്ഛന്മാരെയും പട്ടക്കാരുടെയും തിരുമലിമാരുടെയും കുപ്പായത്തില് ഒരുക്കിയിട്ടിരിക്കുന്ന പോലെ ഒതുങ്ങുന്നവരല്ല നമ്മുടെ ദൈവം. നീ പിടിച്ച പോലെ ചില അച്ഛന്മാരുടെയും പട്ടക്കാരുടെയും തിരുമലിമാരുടെയും അതേ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ ദൈവം. അവൻ പ്രവർത്തിക്കുന്നവനാണ്. അവൻ ചാടി വന്ന് എന്റെ കുടുംബത്തിൽ കയറി പ്രവർത്തിക്കും. നിന്റെ കുടുംബത്തിൽ കയറി പ്രവർത്തിക്കും. ഞാൻ സ്ഥലം കണ്ടില്ല. ദേശക്കാരൊക്കെ ദൈവങ്ങളെ കണ്ടില്ല. എന്താ പരിപാടി? ആശാരി ഉപദേശി അവിടെ വണ്ടി കയറി ബോംബെ ചാടി. ആശാരി ഉപദേശി വണ്ടി കയറി ബോംബെ ചാടി. അവിടെ അടിച്ച് മിന്നുകയാണ്. അവിടെ ഒന്ന് അടിച്ച് മിന്നുക. എന്റെ ഉള്ളിലുണ്ട്. നമുക്ക് വീക്ക് വാങ്ങിക്കാം. 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ദൂരെ ഒരാൾ എഴുതി ചോദിച്ചു. വളരെ ദൂരമാണെന്ന് എഴുതി ചോദിച്ചു. വീട്ടിൽ വിശേഷമുണ്ടോ? അപ്പോൾ വിശേഷമുണ്ട്. നിങ്ങളെ തിരക്കിയിരിക്കാന്ന് പറഞ്ഞു. വിശേഷമുണ്ട്. നിങ്ങളെ തിരക്കിയിരിക്കാം. എന്റെ അടി പറഞ്ഞു. എന്റെ അകം പറഞ്ഞു. അപ്പൊ കുഴപ്പമാണെന്ന്. അപ്പൊ ഞാൻ കുഴപ്പമാണ്. ദൂരെ കൂടെ വന്ന് തിരുവനന്തപുരത്ത് ദൂരെ കൂടെ വന്നിട്ട് തിരുവനന്തപുരത്ത് എന്റെ സ്ഥലം പാറശാലയാണ്. എന്റെ സ്ഥലം പാറശാല. അവിടെ വന്ന് പറഞ്ഞപ്പോ ഒരു കപ്പിയാർ പറഞ്ഞു. ആശാരി സാറേ നിങ്ങളുടെ വീട്ടിലെ ദൈവങ്ങളെല്ലാം പറന്നു പോയിരിക്കാണ്. മാസങ്ങളായി പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. നിങ്ങളെ കാണിക്കാനായിട്ട് നിങ്ങളുടെ അമ്മയും അപ്പനും സഹോദരനും കാത്തിരിക്കാന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലെ ദൈവങ്ങളെല്ലാം പറന്നു പോയിരിക്കുകയാണ്. അതിൽ നിങ്ങളെ വിശ്വസിപ്പിക്കുവാനും കാണിക്കുവാനും നിങ്ങളുടെ അപ്പനും അമ്മയും കാത്തിരിക്കുകയാണ്. എന്റെ ഹൃദയം പാല് പോലെയാണ്. ഇത് കണ്ടപ്പോൾ ഹൃദയം പാല് പോലെയാണ്. ഞാൻ വീട്ടിൽ ഓടി ചെന്നപ്പോൾ എന്റെ അമ്മ ചോദിച്ചു. അമ്മ ചോദിക്കും വായി നോക്കി ഇങ്ങോട്ട് തെണ്ടി ഉപദേശിക്കോട്ട് എന്നെ പിടിച്ചോണ്ടെന്ന് മുറിക്കാതെ കാണിക്കാം. അത് നിൽക്കട്ടെ. ഈ വിഷയം പറയാം. ഈ ഭൂമിയുണ്ടല്ലോ. ഈ കിണറ് ഒരു മുസ്ലിം വാങ്ങിച്ചു. വാങ്ങിച്ചപ്പോൾ ഈ കിണറിനെ ആദ്യം വെട്ടി നോക്കി. അവൻ ഈ കിണറിനെ ആദ്യം വെട്ടി അവിടെ വാഴ വെച്ചിരിക്കുകയാണ്. എന്ത് പറയാനാണ്? ഞാൻ പേടിച്ചൊന്നും മിണ്ടിയില്ല. എന്നെ ഉപദ്രവിക്കുന്നില്ല. അവൻ എന്നെ ഉപദ്രവിക്കില്ല. ഞാനൊരു കാര്യം പറയാം. പ്രിയപ്പെട്ട സഹോദരൻ മനുഷ്യന് പറ്റുന്ന മൂടത്തിന് അബദ്ധം കണ്ടോ? ഒരു കാര്യം പറയാം. ചില ദിവസം ഞാൻ ആരോട് പറഞ്ഞില്ല. ഞാൻ ഈ വിഷയം ആരോട് പറഞ്ഞില്ല. എന്നാൽ ഈ സ്ഥലമുണ്ടല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരുത്തൻ വാങ്ങിച്ചിട്ട് ഇവർ കനാൽ വെട്ടുകയോ അല്ലെങ്കിൽ തോട് വെട്ടുകയോ ഡാം കുഴിക്കുകയോ ചെയ്യുമ്പോൾ ഈ ദൈവങ്ങൾ എല്ലാം കരിക്കല്ലേ. ഈ ദൈവങ്ങളെല്ലാം കരിക്കല്ല. പിച്ചള അലുമിനിയം ബെൽജിയം കരിങ്കല്ല് ഇത്ര നീളമുണ്ട്. ചക്കക്കുരു പോലെ. ഗണപതി പാർവതി മഹാവിഷ്ണു സൂര്യൻ പിന്നെ അങ്ങോട്ടുണ്ടല്ലോ. എല്ലാം കൂടെ കിടക്കുക. കനാൽ വെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇതിനകത്ത് ചാടും. മണ്ണ് കോരുമ്പോൾ ഇറങ്ങി വരുന്നു ദൈവങ്ങള്. ഇത് കണ്ടപ്പോൾ തിരുവമ്മണ്ടൂരിലെ കളയുന്ന പോലെ ദൈവങ്ങൾ വരുമ്പോൾ മനോരമ ഫ്രണ്ടിൽ വരും. മാതൃഭൂമി വന്നിട്ട് ഇത് ഏറ്റെടുത്തിട്ട് എടുത്തു കാണിക്കും. ഇതാ നോക്കുവിൻ. ആറയൂരിൽ ചെങ്കൽ പകുതിയിൽ താലൂക്കില് മാരാമട്ടം സമീപമുള്ള ആറ്റിന്റെ കരയിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ കുളിച്ചപ്പോൾ ദൈവങ്ങൾ പാർവതി പരമശിവൻ ഗണപതി അറിഞ്ഞുകൊണ്ട് ബൈക്കും വെച്ച് ബസ് റൂട്ടും കൊടുത്ത് മന്ദന്മാർ ആരാധിക്കാൻ പോകുമ്പോൾ നീ അവിടെ നോക്കരുത്. ഇങ്ങനെയാണ് ഓരോ ദൈവങ്ങള് ഓരോരുത്തരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറയത്തില്ല. പറഞ്ഞാൽ വശക്കടാണ്. ഞാൻ എഴുന്നേറ്റ് ദൈവകൃപയായി വിഗ്രഹങ്ങളോട് പോരാടി കണ്ടമാന ഉപദ്രവം നേരിട്ടു. ഈ സമയത്ത് RSS വളഞ്ഞ് മുൻപോട്ട് വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരെന്നെ പല സ്ഥലത്ത് വെച്ച് എന്നെ അറ്റാക്ക് ചെയ്തു. എങ്കിൽ ഞാൻ വിഷമിച്ചു. ഞാൻ സൂക്ഷിച്ചു. അനേക കമ്മ്യൂണിസ്റ്റുകാർ നിരത്തി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുത്തി നടന്നുകൊണ്ടിരിക്കും. ഇവിടെ തോക്ക് വെച്ച് വെടിവെക്കാൻ മടിക്കാത്ത പോലെയാണ്. ഇവിടെ വെച്ച് തോക്ക് വെച്ച് വെടിവെക്കാൻ മടിക്കാത്ത പോലെയാണ്.
എനിക്ക് ഊമൊക്കെ തോന്നി. പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റുന്നു? ദൈവം എന്നോട് പറഞ്ഞിരുന്നു, നീ പേടിക്കണ്ട, നിനക്ക് ഞാൻ വഴി ഒരുക്കുന്ന ഒരു ശബ്ദമുണ്ടായി. ഒരു ശബ്ദമുണ്ടായി. ഞാൻ ഈ ദൈവശബ്ദത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഞാൻ ഈ ദൈവശബ്ദത്തിൽ വിശ്വസിക്കുന്ന ദൈവദാസൻ പറഞ്ഞല്ലോ. ഞാൻ 5 വർഷം മുമ്പ് എഴുത്തെഴുതി. ഞാൻ 5 വർഷം മുമ്പേ ഒരു എഴുത്തെഴുതി. എനിക്കൊരു സ്പോൺസർ അയച്ചു. എനിക്കൊരു സ്പോൺസർ അയച്ചത് സായിപ്പന്മാരെ തലക്ക് പിടിക്കുന്നതാണ് കണ്ടത്. സായിപ്പന്മാരെ തലക്ക് പിടിച്ച് പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത്. എന്നാൽ ഇന്നലെ അത് സംഭവിച്ചു. ഇന്നലെ സായിപ്പ് തലയെ പിടിച്ചില്ല. ഇന്നലെ സായിപ്പിന് തലയെ പിടിച്ചില്ല. ജോർജ് മാസ്റ്ററും ഞാനും കൂടെ വെളിയിലിറങ്ങാൻ പോവാ വേലയ്ക്ക്. ജോർജ് മാസ്റ്ററും ഞാനും കൂടെ വെളിയിലിറങ്ങാൻ പോവാണ് വേലയ്ക്ക്. ഇതൊക്കെ ചോട്ടാ മീറ്റിംഗ് ആണ്. എനിക്കിരുന്ന് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ യോഗ ഇവിടെ നടക്കും. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്ന് ഇളക്കുമെന്ന്. അത് എവിടെയെങ്കിലും ഒന്ന് ഇളകിയാൽ മതി. നമ്മൾ താണിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് ശക്തി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിച്ചാൽ ഒരിക്കലും അടങ്ങിയിരിക്കരുത്. അങ്ങനെ ദൈവം വഴിയൊരുക്കാൻ തുടങ്ങി. യേശുക്രിസ്തുവിന് ബോഡി ഗാർഡില്ല. എന്റെ രാജ്യം ഐക്യമല്ല. ഐക്യമായിരുന്നെങ്കിൽ എന്നെ പിടിച്ചപ്പോൾ എന്റെ സേവകരെ എന്നോടുകൂടെ പോരാടുമായിരുന്നു. എന്തുകൊണ്ട്? യേശുവിന്റെ ഭരണം ഐക്യമല്ല. ദൂതന്മാർ കാവലി പോയതുപോലെ എന്നെ ചൂടിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ നല്ല യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നടത്താൻ പോകും. അപ്പോൾ എന്റെ കൂട്ടുകാരന്മാര് ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ എന്റെ കൂട്ടുകാരന്മാർ ഇങ്ങോട്ട് കയറി ഭരണകൂടത്തിൽ. അപ്പൊ എനിക്ക് സന്തോഷമായി. എന്റെ കൂടെ ജയിലിൽ കിടന്നവരും ഞാൻ ബുദ്ധി പഠിപ്പിച്ചവരും ബുദ്ധി പഠിപ്പിച്ചവരും എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. എങ്കിൽ ഞാൻ ടെക്നിക്കലാണ്. വഴി പഠിപ്പിക്കാൻ മിടുക്കലാണ്. അനേക സൂത്രം പറഞ്ഞു കൊടുക്കും. ഇന്നടത്തൂടെ പോയാ എനിക്കറിയാമല്ലോ. ന്യൂയോർക്കിൽ വന്നാൽ പരിശുദ്ധാത്മാവിന്റെ അന്യപ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ കൂടെ ആശാരി കൂടിയാലേ വല്ലതും നടക്കാൻ പോകുന്നുള്ളൂ. ന്യൂയോർക്കിൽ വന്നാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷ സംസാരിക്കുന്ന ദൈവദാസന്മാരുടെ കൂടെ കൂടിയെങ്കില് വല്ലതും നടക്കാൻ പോകുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന മലയാളികളുണ്ട്. ഞാൻ സ്ഥാനപ്പെടുത്തിയ അനേകരുണ്ട്. ഞാൻ വീട് വിടാൻ ഇറങ്ങിയാൽ മതി. വീട് വിടാൻ ഇറങ്ങിയാൽ എന്റെ കാര്യം നടക്കും. ഞാൻ അതിന് വന്നതല്ല. ദൈവരാജ്യം സമീപിച്ചിരിക്കുക. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് വേദോക്തം പറയും. അപ്പോഴാണ് കമ്മ്യൂണിസം വന്നിരിക്കുക. അപ്പൊ EMS എഴുതി. പള്ളിയിലൊന്നും കയറി പ്രാർത്ഥിക്കണ്ടാണ്. പള്ളിയിലൊന്നും പ്രാർത്ഥിക്കരുത്. ഞാനാജെന്ന് പറഞ്ഞത് ശൂന്യാഴ്ച എന്നോട് ആള് പറഞ്ഞു. എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ യോഗത്തിൽ വിളിച്ചിരിക്കുക. പിന്നെ കഴക്കൂട്ടം അവിടെ RSSകാരുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ വന്നിരിക്കുകയാണ്. ആശാരി വന്നാൽ ഇവനെ തട്ടും. നല്ല കൂട്ടം ഉണ്ടാവും. അതിന്റെ ബോഡി ഗാർഡ് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. എനിക്ക് അടികൊള്ളാൻ വയ്യാൻ തുടങ്ങി. ആശാരി വെച്ച് പേടിക്കണ്ട. ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾ സകലകാര്യം ചെയ്തിരാൻ തുടങ്ങി. നോക്ക് ദൈവത്തിന്റെ പരിപാടി. ഞാൻ വയസ്സായപ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ ഉണ്ടോ? എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തൊക്കെ കൊണ്ടിരിക്കാൻ ദൈവം വഴിയൊരുക്കാൻ പോവുകയാണ്. നമ്മളെ ഓരോരുത്തരും വഴിയൊരുക്കുന്ന പോലെ ആരും കൂടെയെങ്കിലും നേരെ മുൻപോട്ട് കൊണ്ടുപോകും. കമ്മ്യൂണിസ്റ്റുകാരന് വലിയ ചൂടാണ്. നല്ല IS-കാരാണ് ഭരിക്കാൻ പോകുന്നത്. നല്ല IS-കാരാണ് ഭരിക്കാൻ. അവർ മണിക്കൂറിൽ ക്യാബിനറ്റ് കൂടിയാണ് ഭരണം മുമ്പോട്ട് വന്നിരിക്കുന്നത്. അവരെ മണിക്കൂറൊക്കെ ക്യാബിനറ്റ് കൂടി സൂക്ഷിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞാനും കൂടെ വിളിച്ചു പറയും. ദൈവമക്കൾ തുടരുത്. എന്നാൽ ഈ മൂട്ടിലാണ്. ഞങ്ങളെ തൊടാതെ ഭരിച്ചാൽ ഞങ്ങൾക്ക് 5 വർഷം ഭരിക്കാം. അത് ഞാൻ കൂടെ പറയും. എന്നാലേ നമ്മൾ ചൂടാകത്തുള്ളൂ. ദൈവമക്കളെ തൊട്ടാൽ പിന്നെ ഒക്കത്തില്ലല്ലോ. കീഴ്മേലായിട്ട് മറിക്കും. മുഖം പറഞ്ഞേ ഉള്ളൂ. ഞാൻ വിഷയത്തേക്ക് വരാൻ പോവാ. ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 37-38 ഇന്ന് രാത്രി വായിക്കാം. 24-37-38 കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും
വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. നോഹ പൊട്ടകത്തിൽ കയറുന്നാൾ വരെയും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. നോഹ പെട്ടകത്തിൽ കയറുന്നാൾ വരെയും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. യേശുക്രിസ്തുവിന്റെ വരവും അങ്ങനെ തന്നെ. യേശുക്രിസ്തുവിന്റെ വരവും അങ്ങനെ തന്നെ ആകും. വാക്യമാണ് ഇത് വേദപുസ്തക വാക്യമാണ്. അന്ത്യകാലത്ത് ജനത്തിൽ അടിക്കുന്ന ദൂത് ഇതായിരിക്കും. ജനത്തിന് അറിയിക്കേണ്ട ദൂത ഇതായിരിക്കും. ഏതാണ് നോഹയുടെ കാലത്ത് അങ്ങനെ സംഭവിച്ചു പോകും. നോഹയുടെ കാലത്ത് സംഭവിച്ചുവോ? നോഹയുടെ വരവും നോഹയുടെ കാലവും നോഹയുടെ കാലവും യേശുവിന്റെ വരവും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം? നോഹ ആരാണ്? നോഹ ആരാണ്? യേശു ആരാണ്? യേശു ആരാണ്? വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് കുറെ കിടക്കുന്ന നോഹയെ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. യേശു എന്ത് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നു? യേശു എന്ത് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നു? എന്താണ്? നോഹയുടെ കാലത്ത് എങ്ങനെ സംഭവിച്ചുവോ? നോഹയുടെ കാലം എങ്ങനെ സംഭവിച്ചുവോ? എന്താ സംഭവിച്ചത്? എന്തോ സംഭവിച്ചു. നോഹയുടെ കാലം സംഭവിക്കാൻ കാരണം എന്തുവാ? അത് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം തന്നെ. നോഹ ആരാണ്? നോഹ ആരാണ്? എന്താ സംഭവം? എന്താ സംഭവം? രണ്ടാമത്തെ പോയിന്റ് അതാണ് രണ്ടാമത്തെ പോയിന്റ്. നോഹയെ ദൈവം വിളിച്ചു. നോഹയെ ദൈവം വിളിച്ചു. ചൂഷണ നിലയ്ക്ക് സുവിശേഷ നിലയ്ക്ക് എല്ലാരെയും വിളിച്ചില്ല. എല്ലാരെയും വിളിച്ചു. ഈ വിളിവെള്ളം നിന്നാൽ പോരാടും. വിളിയുള്ള നിന്ന പോരാണ്. അല്ലെങ്കിൽ അവൻ കാഞ്ഞു അല്ലെങ്കിൽ അവൻ കാഞ്ഞു പോകും. അല്ലെങ്കിൽ കാഞ്ഞ കാരണം അനേകം കാഞ്ഞ കാരണം വിളിയില്ല അവനെ കാഞ്ഞു പോകുന്നത്. വിളിയില്ലാഞ്ഞിട്ടാ കാഞ്ഞു പോകും. ഇളക്കപ്പെരുക്കത്തിന് വരും. ഇളക്കപ്പെരുക്കത്തിന്റെ പേര് ഇളക്കപ്പെരുക്കത്തിന് വന്നാൽ ഇളക്കപ്പെരുക്കത്തിന് വന്നാൽ അതുപോലെ പെരുക്കം വരുമ്പോൾ അതുപോലെ പെരുക്കം വരും. അതുപോലെ അങ്ങ് പോകും. അതുപോലെ തന്നെ അങ്ങ് പോകും. ആചാര്യ നേരിട്ട് ദൈവം സന്ദർശ മുഖാന്തരാണ് ദൈവകൃപയാൽ ഈ 34 വർഷം നിൽക്കുന്ന പ്രൈസിലാണ്. ആചാര്യയെ നേരിട്ട് ദൈവം സന്ദർശിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ 34 വർഷവും നിൽക്കുന്നത്. ഓളങ്ങൾ തിരമാലകൾ ഹല്ലേലൂയ എന്റെ വിശ്വാസപ്പടകിൽ ആഞ്ഞടിക്കുമ്പോൾ ആമേൻ ഇസ്രായേൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓളങ്ങൾ തിരമാലകൾ എന്റെ വിശ്വാസപ്പടകിൽ ആഞ്ഞടിക്കുമ്പോൾ ലോകത്തെ ജയിച്ച ജയവീരനേശു കടലിൽ കരം നീട്ടും. ഓളങ്ങളും തിരമാലകളും നിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ സഹോദരി നിലനിൽക്കണമെങ്കിൽ കടലിൽ കടന്നിട്ട് യേശു നിങ്ങളുടെ ഉണ്ട്. ആമേൻ. ഓളങ്ങൾ തിരമാലകളും അത് നിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ സഹോദരി കടലിൽ മേൽ കരഞ്ഞിട്ടിയ യേശു നിന്നോടുകൂടെ ഉണ്ട്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ യാത്രയില് നമ്മുടെ ക്രൈസ്തവ ജീവിത യാത്രയിൽ നിന്നെ ചേർത്ത് നിർത്തുമ്പോൾ നീ ചേർന്ന് നിൽക്കുമ്പോൾ കാരണം ഒരു ദൈവങ്ങളോടും വ്യായിന് വണക്കില്ല. ഒരു ദൈവങ്ങളോടും പിശാചിന് വിളക്കും. പിശാചിന് വണക്കുണ്ടെങ്കിൽ യേശുക്രിസ്തുവോട് മാത്രമായിരുന്നു. പിശാചിന് വിളക്കുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനോട് മാത്രമേ തെളിയിക്കാൻ പോകും. തെളിയിക്കാം. പിന്നെ അല്ലാതെ പിന്നല്ലാതെ എത്രയോ മകാന്മാർ ഈ ലോകത്തിൽ യുദ്ധന്മാരെന്നു കേൾവി ക്രിസ്തു ഭഗവാൻ മാത്രം ക്രൂശിൽ മരിച്ചോ ഉയർത്തു. എത്രയോ ദൈവങ്ങള് എത്രയോ മഹാന്മാർ ലോകത്തിൽ സമ്പാദിച്ച് പേര് വിളിച്ച് ദൈവമെന്ന് കീർത്തിപ്പെട്ടു. എത്രയോ മഹാന്മാർ ഈ ലോകത്തിൽ യുദ്ധന്മാരെന്നു കേൾവി ക്രിസ്തു ഭഗവാൻ മാത്രം ക്രൂശിൽ മാറി ശക്തിയോടെ ഉയർത്തു. യേശുക്രിസ്തു മാത്രം മരിച്ചടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി. അവരാണ് പിശാചിന് പിണക്ക്. അതുകൊണ്ടാണ് പിശാചിന് വിളക്ക്. പിശാചിന് നമ്മളുമായിട്ട് എപ്പോഴും പോരാട്ടം. അങ്ങനെ വിശ്വാസിക്ക് പോരാട്ടമില്ലെങ്കിൽ നീ സാക്ഷാൽ പിന്മാറ്റക്കാരനാണ്. അങ്ങനെ വിശ്വാസിക്ക് പോരാട്ടമില്ലെങ്കിൽ നീ പിന്മാറ്റക്കാരൻ. നിന്റെ കുടുംബ ലൈഫ് സഭയ്ക്കകത്ത് പ്രാർത്ഥന സമയത്ത് പോക്കിലും മറവിലും ഉദ്യോഗത്തിൽ സംസാരത്തിൽ ഡ്രസ്സില് കാരണത്തില് ഭക്ഷണത്തില് ഉപവാസത്തില് നിനക്ക് പ്രതികൂലം നേരിട്ടില്ലെങ്കിൽ നീ ആത്മീയ സ്ത്രീയല്ല ആത്മീയനല്ല. കാരണം ആത്മീയന്മാരോടാണ് പിശാചിന് വിളക്ക്. ഞാൻ ഈ പിശാചിനെ സലാം പറഞ്ഞിട്ട് എന്നിറങ്ങിയോ അന്ന് മുതൽ പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ
അനുഭവിച്ച പോലെ കഷ്ടം ഇവിടെ ഇരിക്കുന്നവർ അനുഭവിച്ചു കാണത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അനുഭവിച്ച പോലെ കഷ്ടം ഇവിടെ ഇരിക്കുന്നവരാരും അനുഭവിച്ചിട്ടില്ല. എന്റെ സുവിശേഷ വേലയെ തകർക്കാൻ തക്കവണ്ണം, എന്റെ സുവിശേഷ വേലയെ തകർക്കാൻ തക്കവണ്ണം എന്റെ കുടുംബത്തിൽ കൂടെ പിശാചുകൾ, എന്റെ കുടുംബത്തിൽ കൂടെ പിശാച്. ഞാൻ മദ്രാസിൽ വേല ചെയ്യുമ്പോൾ, കേരളത്തിൽ ഒരു ആശാരി ഒരു വേലക്കാരത്തി പെണ്ണ് പ്രേമിച്ചു. കേരളത്തിൽ ഒരു ആശാരി ഒരു വേലക്കാരത്തിയെ സ്നേഹിച്ചു. അത് ആശാരിയാണ്, അത് ആശാരി. ഞാനും ഗ്രഹപ്പഴയ്ക്ക് ആശാരിയാണ്, ഞാനും ഗ്രഹപ്പഴയ്ക്ക് ആശാരി. ഹല്ലേലൂയ. അത് തനിനിറം പേപ്പറിൽ വന്നു, അത് തനിനിറം പേപ്പറിൽ വന്നു. ഹല്ലേലൂയ. അവന്റെ പേര് KV ആശാരി എന്നാണ്. അവന്റെ പേര് KV ആശാരി. ഞാൻ PV ആശാരിയാണ്. ഞാൻ PV ആശാരി. ആ പേപ്പർ ഒന്ന് തിരിച്ചടിപ്പിച്ചു, ആ പേപ്പർ ഒന്ന് തിരിച്ചടിപ്പിച്ചു. PV ആശാരിയാക്കിയത്. PV ആശാരി. ഞാൻ ഒന്ന് മനസ്സാകുന്നതല്ലേ, ഞാൻ മനസ്സറിഞ്ഞാൽ പേപ്പറെ കൊണ്ട് കേരളം മുഴുക്കി പറഞ്ഞു. പേപ്പർ കേരളം മുഴുവൻ എന്നെ ദൈവത്തെ ഇന്ത്യ മുഴുക്കി അറിയും. എന്നെ ദൈവകൃപയാൽ ഇന്ത്യ മുഴുവൻ അറിയും. മറന്നപ്പോൾ എനിക്ക് നിൽക്കപ്പെടുന്നില്ല. എന്റെ വൈഫിനെ ഫോൺ ചെയ്ത് വിളിച്ചു, എന്റെ വൈഫിനെ ഫോൺ ചെയ്ത് വിളിച്ചു. ഞാൻ വന്നില്ല. പിന്നെ ടെലിഗ്രാം അടിച്ചു, ഞാൻ വന്നില്ല. അപ്പോൾ പുള്ളിക്കാർക്ക് ഉദ്ദേശിച്ചു, ഇത് ശരിയായിരുന്നു, ഇത് ശരിയായി. ലാസ്റ്റ് എഴുത്തഴുതി, നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ വീട് തീ വയ്ക്കുന്നു പറഞ്ഞു. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ വീട് തീ വയ്ക്കുന്നു. അയ്യോ, എന്ത് ചെയ്യാനാ? ഞാൻ പടച്ചടിച്ചോണ്ട് വന്നു. വന്നപ്പോൾ ഈ മനോരമ തനിനിറം പേപ്പർ, ഈ തനിനിറം പേപ്പർ എന്നെ അടുത്ത് കാണിച്ചു. എന്നെ നോക്ക്, എന്താ നോക്ക, വേലക്കാരത്തെ പ്രേമിച്ചിരിക്കുക, നീ വേലക്കാരത്തെ സ്നേഹിച്ചിരിക്കുക. ഞാനവിടെ ഉണ്ടായിരുന്നു. ഇത് എല്ലാവരുടെ കയ്യിലും കിട്ടി, എല്ലാവരുടെ കയ്യിലും കർത്താവദാസന്മാരുടെ ഇരിപ്പുണ്ട്. കർത്താവദാസന്മാരോടുണ്ട്. ജനക്കെല്ലാം ഈ കാര്യം അറിയാം, ജനക്കൊക്കെ ഈ കാര്യം അറിയാം. അപ്പൊ വേറെ കർത്താവദാസൻ എന്ന് പറഞ്ഞു, വേറെ കർത്താവദാസൻ എന്ന് പറഞ്ഞു, അവനെ ഈ കച്ച ഒതുക്കണം, ഈ തക്കത് നിങ്ങളെ നേരെ ഫോൺ ചെയ്തു. നേരെ ഫോൺ ചെയ്തു. തനിനിറത്തിന് 10,000 പേപ്പർ അടിച്ചിട്ട്, 10,000 പേപ്പർ അടിച്ചു. അതെല്ലാം തുണ്ടായിട്ട് എടുത്തിട്ട് എല്ലാ റെയിലും കൊടുത്തു. എല്ലാ റെയിലും നോക്കണ PV ആശാരി. ഞാൻ അറിഞ്ഞതാണോ? വീട്ടിൽ ഭയങ്കര പോരാട്ടമാണ്. വീട്ടിൽ ഭയങ്കര പോരാട്ടമാണ്. ഭാര്യ പറഞ്ഞു, കൊച്ചുങ്ങളെ 2 പങ്കുവയ്ക്കാൻ പോവാ. കൊച്ചുങ്ങളെ 2 വീതിക്കാൻ പോകും. ഒന്ന് നിനക്കും ഒന്ന് എനിക്ക്, ഒന്ന് നിനക്കും എനിക്ക്. വെട്ടിൽ 2 വെട്ടി കീറി വെട്ട്. ആ വെട്ട് 2 വെട്ടി. സൈൻബോർഡ് അടിച്ചു പൊട്ടിച്ചു. സൈൻബോർഡ് അടിച്ചു പൊട്ടിച്ചു. വീട്ടിൽ പെണ്ണുമ്പിള്ള വരച്ചോണ്ടിരിക്കുക. വീട്ടിൽ പെണ്ണുപിള്ള വരച്ചോണ്ടിരിക്കും. ഇവിടെ കയറാൻ ഒക്കത്തില്ല. ഇവിടെ കയറാൻ ഒക്കത്തില്ല. ഞാൻ അറിഞ്ഞതാണോ? ഞാൻ അറിഞ്ഞു. വെളിയിലും പോരാട്ടം, അകത്തും എനിക്ക് വെളിയിലും പോരാട്ടം, അകത്തും പുറത്തും. ഉപദേശിമാരുടെ കാര്യം എങ്ങനെ നിർത്താം? ഭാര്യ പറഞ്ഞ രക്ഷയുണ്ടോ? ഉപദേശിമാരുടെ കാര്യം എങ്ങനെ നിർത്താം? ഭാര്യ പറഞ്ഞ പോലെ രക്ഷയുണ്ടോ? ഒരു രക്ഷയുമില്ല. അപ്പൊ എനിക്ക് ഈ ശോധന വരുമ്പോൾ ഞാൻ പാട്ടെഴുതും. ശോധന വരുമ്പോൾ അപ്പോൾ ഞാൻ പാട്ടെഴുതും. ഞാൻ മുറിക്കാത്ത കയറി കഥ വിളിച്ചു. എവിടെ ഓലക്കോണ്ട് ഇടിച്ച് കഥകൾ തുറന്നു. ഇവിടെ ഓലക്കോണ്ട് ഇടിച്ച് കാണുന്നു. ഇയാളെ പ്രാർത്ഥന കുന്തം പാണ്ട. ഇയാൾ പ്രാർത്ഥന കുന്തം പോണം. എന്റെ പ്രാർത്ഥന ഞാൻ വ്യഭിചാരിയാണ്. എന്റെ പണം ഉണ്ടല്ലോ, തിരിച്ചറിയാൻ പറഞ്ഞു. ഞാൻ മേടിച്ചിട്ടില്ല. എന്റെ അമ്മായിയമ്മ എന്നെ അങ്ങനെ പിടിക്കാൻ കാത്തിരിക്കാൻ ആശാരിച്ച്. ഞാൻ ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളെ അങ്ങനെ കല്യാണം അതല്ല ആശാരിച്ച് പാർട്ടിയാണോ, ഒന്നും ഗുണപ്പെടാത്ത പാർട്ടിയാ, എല്ലാം കൂടെ ഇളകി. എന്റെ അമ്മായിയമ്മ എന്നെ അങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. ഞങ്ങൾ ആങ്ങളുടെയും പെങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ രീതി അങ്ങനെയാണല്ലോ. അങ്ങനെ ആശാരി അപ്പൊ കൂടെ എഴുത്തും വരും, സംഗതി ഇങ്ങനെയാണ്. എല്ലാം കൊണ്ട് ഇളകി. ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ രാത്രി ഉറക്കത്തില്ല. ഈ കൂടെ ഞുള്ളുക, തലയ്ക്ക് പിടിച്ച് ഞോടുക, പെണ്ണുപിള്ള കൂടെ വന്ന് നുള്ളുക, തലയ്ക്ക് പിടിച്ച് ഞോടുക, പെണ്ണുപിള്ള. എന്നെക്കാട്ടി തടി നീളം മണ്ണോ, എന്നെക്കാളും തടിയും നീളം മണ്ണോ. ചെല്ലുക, എന്നെ തള്ളുക, നുള്ളുക. ഞാൻ എന്തോടാ താൻ എന്തോടാ ഉപദേശം? വേഗം കളയാൻ പറഞ്ഞു. വേഗം പിടിച്ചു വയ്ക്കും. അത് ഞാൻ കൊടുത്തില്ല. രാത്രി 2 മണിക്ക് പിടിയും തരത്തില്ല. ദൈവമക്കൾക്ക് തിരിച്ചടിക്കാൻ ഒക്കത്തില്ല. ഉപദേശിമാരിൽ തന്റെ സ്വന്തം ഭാര്യയെ തല്ലിട്ടുണ്ടെങ്കിൽ അവന്റെ ആ കൈ കൊണ്ട് വേദോസം എടുക്കാൻ റൂട്ടില്ല. സ്വന്തം ഭാര്യ ഉപദേശിമാർ തല്ലുന്നെങ്കിൽ ആ കൈ കൊണ്ട് വേദോസം എടുക്കാൻ റൂട്ടില്ല. ഈ കൈ പ്രാർത്ഥിക്കേണ്ട കൈ പ്രാർത്ഥിക്കേണ്ട കൈ, അല്ലേണ്ട കൈയാണ്. രാത്രി കുത്തിയിരുന്നുകൊണ്ട് എവിടെ ചെന്നു ഉറങ്ങിയപ്പോൾ, ഞാനങ്ങോട്ട് ചെന്നിട്ട് ഒരു ശരി പാട്ടെഴുതി. മനസ്സവ ചാകർമ്മണ അറിയാതുള്ള ദൂഷണങ്ങളാനവധി വരത്തിടിലും. മനസ്സവ ചാകർമ്മണ അറിയാതുള്ള ദൂഷണങ്ങളാനവധി വരത്തിടിലും. ഭംഗമില്ല എനിക്കെന്റെ ജീവിതയാത്രയിലെന്നും ഭാവിയെ നോക്കിക്കൊണ്ടു ഞാൻ പുഞ്ചിരി തൂകും. ഭംഗമില്ല എനിക്കെന്റെ ജീവിതയാത്രയിലെന്നും ഭാവിയെ നോക്കിക്കൊണ്ടു ഞാൻ പുഞ്ചിരി തൂകും. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. കരം പിടിച്ചാണ് ഈ പാട്ട്
പിടിച്ച് നിർത്തി. ഇവിടെ ശല്യം കൊണ്ട് എന്നെ അവിടെ ഇരുത്തത്തിൽ ഒറ്റപ്പെടുത്തോണ്ട് ബസ് എടുത്തോണ്ട് ബസ് കയറി തിരുവല്ലായി പത്തരയായി ഉപദേശിമാര് വളഞ്ഞു എന്താ ഉപദേശിക്കുന്നുണ്ടോ? ഞാൻ കണ്ടില്ല. അപ്പോൾ ഉപദേശി പോകേണ്ടി വന്നു. ഉപദേശി പോക്കറ്റിൽ നിർത്തും. ഇതാ കുഴപ്പമില്ല. അപ്പൊ ദൈവദാസൻ ഒരു കാര്യം എന്നെ ബലപ്പെടുത്തി. ദൈവദാസൻ ഒരു കാര്യം എന്നെ ബലപ്പെടുത്തി. ഞങ്ങള് നിനക്ക് വേണ്ടി അണിനിരക്കാൻ പോവാ. ഞങ്ങൾ നിനക്ക് വേണ്ടി അണിനിരക്കാൻ പോവുകയാണ്. നിന്റെ സ്നേഹിതന്മാരെല്ലാം നിനക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ പോവാ. നിന്റെ സ്നേഹിതന്മാരെല്ലാം നിനക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ പോകും. ഇനി നിന്നെ പൊക്കിവിടില്ല. നിന്നെ പൊക്കിവിടില്ല. നിന്നെ ബ്ലോക്ക് ചെയ്യാൻ പോവാ. അതെന്നെ ഫീൽ ചെയ്തു. എന്നെ ഫീൽ ചെയ്തു. നേരെ തിരിച്ചവിടുന്ന് ഭ്രാന്തിക്ക് ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ഇങ്ങനെ എഴുതി. സ്നേഹിതന്മാരെല്ലാം ശത്രു. ആമേൻ. ആശയം. സ്നേഹിതന്മാരെല്ലാം ശത്രു നിരകളിലായി അണിനിരന്നാണു ദിനം പടപൊരുതും. ഹല്ലേലൂയ. സ്നേഹിതന്മാരെല്ലാം ശത്രു നിരകളിലായി നിനക്ക് അണിനിരന്നാണു ദിനം പടപൊരുതും. പടനായകനാം യേശു സമീപമുണ്ടെല്ലാ നാളും വിജയം നിശ്ചയമാനം അറിഞ്ഞുകൊള്ളുക. ആശങ്കളാം നമ്മൾ ചോദിക്കുക. നമ്മളോട് ചോദിക്കാം. നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ആശയമുള്ള നന്നായിരിക്കും. ഉമ്മ ഭാര്യയൊക്കെ നിങ്ങൾ ഒക്കിക്കൊണ്ടുവരുന്നുണ്ടല്ലോ. പാട്ട് കിട്ടത്തില്ല, നിങ്ങൾ പൊങ്ങച്ചോളൂ. ഇതുപോലെ ആശാരിക്ക് വന്ന പോലെ സ്വന്തം ഭാര്യയിൽ നിന്ന് ശോധ വരുമ്പോൾ തന്നെത്താനെ പാട്ടിറങ്ങി വരും. ദൈവം ഇങ്ങനെ നിങ്ങൾ സ്വന്തം ഭാര്യയെ പോക്കിക്കൊണ്ട് നടന്നായിട്ട് ആരും നടക്കത്തില്ല. സ്വന്തം ഭാര്യ വല്ലതും വിളിച്ച് പറയുന്നു. നിങ്ങളെ പൊക്കിയ ഭാര്യ നിങ്ങളെ പൊക്കിയ പോരാ. ഭാര്യ നിങ്ങളെ പൊക്കിയാൽ പോരെ. ദൈവം നിങ്ങളെ പൊക്കണം. ദൈവം നിങ്ങളെ പോകണം. പറഞ്ഞ വിഷയം എന്നെ നിലം തൊടിക്കാത്ത പോരാട്ടമാണ് എന്റെ യാത്രയിൽ സംഭവിച്ചത്. എന്നെ നിലത്തൊടിക്കാത്ത പോരാട്ടമാണ് എന്റെ ജീവിത യാത്രയിൽ സംഭവിച്ചത്. കാരണം പറയാം. ഞാൻ അനേക ദൈവമക്കളെ കരയിച്ചോണോ. ദൈവമക്കളെ കരയിച്ചവന് പാർട്ടിയിലിരിക്കുമ്പോൾ ഞാൻ അനേക ദൈവമക്കളെ കഷ്ടപ്പെടുത്തി. ദൈവമക്കളെ കഷ്ടപ്പെടുത്തി. അതിന്റെ അനുഭവമാണ്. അതിന്റെ അനുഭവം ഞാൻ തിരിഞ്ഞ് അനുഭവിച്ചത്. ദൈവനെ അനുഗ്രഹിച്ചിരിക്കാം. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇന്ന് വീട് മരിച്ചാൽ പോലെ നോജയുടെ കാലത്ത് എങ്ങനെ സംഭവിച്ചുവോ ഉപവാസം കഴിഞ്ഞ് വീട്ടിൽ വന്നു. പുള്ളിക്കാരത്തി ഇവനെ എന്നെ തിരക്കി നടക്കുക. പുള്ളിക്കാരത്തി എന്നെ പിന്നെ തിരക്കി നടക്കുക. ഞാൻ സ്ഥലം വിട്ടില്ല. അപ്പോഴും ഇവക്ക് ഭയമായി. ഞാൻ എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്താണ്. ഞാൻ എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്താണ്. ഞാനല്ല എവിടെയൊക്കെ പരിപാടി. ഇവിടെയൊക്കെ പരിപാടി അതാണ്. ദൈവമില്ലാത്ത പെണ്ണുങ്ങൾ വിഷം കുടിക്കും. നീ കയറി തൂങ്ങിച്ചാകും. നീ കേൾക്കാനല്ലോ. ദൈവമക്കൾ തൂങ്ങിച്ചാകത്തില്ല, വിഷം കുടിക്കത്തില്ല. അവർ നീതിയോടെ ഒരു നല്ല മരണമുണ്ട്. ദൈവമില്ലാത്ത പെണ്ണുങ്ങള് വിഷം കുടിക്കും, തൂങ്ങിച്ചാകും. എന്നാൽ ദൈവമുള്ളവര് വിഷം കുടിക്കയില്ല, തൂങ്ങിച്ചാകയില്ല. അവർ നീതിയോടെ മരിക്കും. അവർക്കൊരു അന്തസ്സുണ്ട്. പേപ്പറിൽ കൊടുത്തിരുന്നു. ഉടൻ വീട്ടിൽ പോകണം. ഞാൻ വീട്ടിൽ ചെന്നു. അപ്പൊ എന്നോട് ക്ഷമ ചോദിച്ചു. ഞാൻ നീ എന്നോട് ക്ഷമ ചോദിക്കേണ്ടതിന് ഞാൻ നിനക്കൊരു കുറ്റവും ചെയ്തിട്ടില്ല. നീ ക്ഷമ ചോദിക്കേണ്ടത് ഞാൻ നിനക്കൊരു കുറ്റവും ചെയ്തു. എവളീ കോക്കാൻ പിച്ചെല്ലാം കാണിച്ച് എന്റെ ബെഡിനെയും വെട്ടിക്കീറി എന്നെ ഉത്തരവിട്ടവൻ ഞാൻ തിരിഞ്ഞു ഒന്നും ചെയ്തില്ല. എന്റെ വീടാണ്, എന്റെ ബെഡാണ്, എന്റെ കട്ടിലാണ്, എന്റെ ഭാര്യയാണ്. എന്ന് ഞാൻ അംഗീകരിച്ചാൽ ഒരൊറ്റ എണ്ണം കൊടുത്താൽ മതി. അവിടെ മൂലയിരിക്കും. എന്റെ ഈ കോക്കാമ്പീച്ചെല്ലാം കാണിച്ച എന്റെ ബെഡെല്ലാം വലിച്ചു കീറി എന്നെ അധിക്ഷേപിച്ച അത് ഞാൻ ഒരാട്ടി കൊടുത്താൽ അവളെ മൂലരിക്കും. അത് ഞാൻ പാർട്ടിയിലിരിക്കുമ്പോൾ ഞാൻ നല്ല കായികാഭ്യാസം പഠിച്ചവനാണ്. അടിയും കുത്തൊന്നുമല്ല. ഞാൻ പഠിച്ചത് പിതുക്കാണ്. ഞാൻ പഠിച്ചത് പിതുക്ക്. ഞെക്കാണ്. ഈ പത്താം ക്ലാസ്സിൽ പിതുക്ക് കുത്തിക്കാൻ മതിയാ. ഒരു പിതുക്ക് പിടിക്കാൻ അങ്ങനെ എന്റെ ഭാര്യ ഒരു പിതുക്ക് പിടിച്ചാൽ മതി. അങ്ങനെ ഭാര്യ കണ്ടോണ്ടിരുന്നാൽ അവള് താഴെ വീഴും. ഒരുത്തനും ക്രിസ്തുവിനായ പുതുതായിരിക്കുന്നു. പഴയതെല്ലാം മാറി നിനക്ക് മാനസാന്തരം കിട്ടിയാൽ നീ സകലത്തിന് പുതുതായിരിക്കണം. മാറണം.
കാരണം ഞാൻ തീരുമാനിച്ചത് ആരുമില്ലാതെ ഞാൻ തനിയെ പോയാലും യേശുക്രിസ്തുവിനെ ആരാധിക്കും. രണ്ടാമത്തെ ആ പാട്ട് എഴുതി തീർത്തു. കുഴപ്പമൊന്നുമില്ല. അതൊന്ന് അനേകർ പാടിക്കൊണ്ടിരിക്കാം. എന്റെ അനുഭവമില്ലാതെ ഒരു പാട്ട് എഴുതില്ല. ഞാൻ ഇവിടെ വന്നപ്പോ വലിയ അനുഭവമൊന്നുമില്ല. എനിക്ക് ചാപ്പാട് ഇഷ്ടം പോലെ, കാർ ഇഷ്ടം പോലെ, നല്ല സുന്ദരമാകുന്ന ബെഡ്, എന്തെല്ലാം വേണം. ഇവിടെ രണ്ടാം സ്വർഗം. ഞാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിനൊന്നും പോകണ്ട. ഇവിടെ അങ്ങ് ജോർജ് ഭാഷയോട് നടന്നതെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലൊന്നും പോകണ്ട. ജോർജ് ഭാഷയോട് നടന്നാൽ മതിയല്ലോ. ആ എന്തോ ഒരു സുഖം അറിയാം. അപ്പൊ പാടിയാണ്. സുഖമായി വാഴാമെന്ന് നിനക്കിടയല്ല. ആ ഇവിടെ അല്ല. നമുക്ക് ഇവിടെ അല്ല സുഖം. ഇതിനേക്കാൾ ഒരു പരമരാജ്യമുണ്ട്. ഒരു പരമസുന്ദരമായ രാജ്യമുണ്ട്. ശുദ്ധരെല്ലാം ചേരാറായി പെട്ടെന്നവൻ വരാറായി. എന്താണിത്തര താമസം? യേശു വരക്കാലമായി ശുദ്ധരെല്ലാം ചേരാറായി പെട്ടെന്നവൻ വരാറായി. എന്താണിത്തര താമസം? രാജ്യം തമ്മിലായി ചണ്ടകൾ തുടരുന്നു. നാട്ടിൽ ചേർന്നിടുന്നത് കണ്ടുവോ? യേശു വരാൻ കാലമായി ശുദ്ധരെല്ലാം ചേരാറായി പെട്ടെന്നവൻ വരാറായി. എന്താണിത്തര താമസം? അതാണ് അടിയും ബഹളവും. എന്താണ് സംഭവം? നോഹയെ വിളിക്കേണ്ട കാരണം ഉൽപ്പത്തി പുസ്തകം 11-12 വരാം. ദൈവം നോഹയെ തൊട്ടേണ്ട കാലം അവിടെ കിടക്കുകയാണ്. ഉൽപ്പത്തി 11:6-12. ഉൽപ്പത്തി 6:11-12. ദൈവത്തിന്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. ഇപ്പോൾ പിടികിട്ടിയോ? നോഹയെ ദൈവം തൊടേണ്ട കാരണം എന്നാൽ ഭൂമിയും ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. അമേരിക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടെ നമ്മുടെ കർത്താവ് ഇങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടെ നമ്മുടെ കർത്താവ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ കാണിക്കുന്ന ഈ കോക്കാം പിച്ചയൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഇവർ കാണിക്കുന്ന കോക്കാം പിച്ചയൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നിനക്ക് തീക്കിരയായും ഒരു ദിവസം നിനക്ക് തീക്കിരയായും അലറുന്ന ആഴിയിൽ അലതല്ലൽ മാറ്റുവാൻ അയവൻ കൂടെ ഉണ്ട്. മേലിലായവൻ കൂടെ ഉണ്ട്. എല്ലാരും പോകണം ഈ മണ്ണാകുമായ വിട്ട് വരും മണ്ണാകും മായ വിട്ട്. എല്ലാരും പോകണം. നിങ്ങളെല്ലാവരും ഈ രാത്രി ഈ പാട്ട് പാടിക്കൊണ്ട് പോകണം. ഈ പാട്ട് പാടിക്കൊണ്ട് ഏത് പാട്ട്? എല്ലാരും പോകണം. ഈ മണ്ണാകുന്ന മായ വിട്ട്. നീ ഒരു ദിവസം ഈ ഭൂമിയോട് ടാറ്റ പറയും. എന്തെല്ലാം കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സ്വർഗമാണ് ഈ ലോകത്തോട് നീ ഒരു ടാറ്റ പറയാൻ പോവുക. എങ്ങനെ അതു നിന്നെ സന്ധിക്കുമേ. സമീപിക്കാൻ പോകും. ഇത് വായിച്ചപ്പോൾ ഇത് കേട്ടപ്പോൾ യഹോവ ഒരു കാര്യം ചെയ്തു. ദൈവത്തിന് മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. നിത്യപ്രതിയില്ല. കാണിക്കുന്ന കോക്കാമ്പച്ച കണ്ടോ? ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം മനസ്സറിഞ്ഞിട്ട് യവനെ നശിപ്പിക്കാൻ പോവുക. യവനെ കുറെ വെള്ളം അയച്ചിട്ട് മുക്കിക്കൊല്ലണം. ഒറ്റയടിക്ക് കൊല്ലുന്നില്ല. യവന്റെ അല്പസമയം കൊടുക്കാം. അതിനാണ് പോയി നോഹയെ കണ്ടത്. അതുകൊണ്ടാണ് പോയി നോഹയെ കണ്ടത്. ഈ നോഹയാണെന്നറിയാമോ? ആ തലമുറയിൽ നീതിമാൻ, നിഷ്കളങ്കൻ, നിരപരാധി, ദൈവവിശ്വാസിയായിരുന്നു. അവനെ പോയി ദൈവം കണ്ടു. അവനെ പോയി കണ്ടു. എങ്ങനെ കണ്ടു? നേരിൽ കണ്ടു.
നേരിൽ കണ്ടു. വാക്യമുണ്ടോ? വാക്യമുണ്ട്. 36:8. 36:8. ദൈവം നേരിൽ കാണുക. ദൈവം നേരിൽ കാണുക. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വണ്ടി അല്ലട്ടെ, അല്ലെങ്കിൽ നീ താഴെ പോകും. കാരണം അവൻ 120 വർഷം കിടന്ന് ചങ്ക് പൊട്ടി വിളിച്ചിട്ട് ഒരു ഊപ്പമീൻ കിട്ടിയില്ല. ഇവൻ 120 വർഷം ചങ്ക് പൊട്ടി നിലവിളിച്ചിട്ട് ഒരു ഊപ്പമീൻ കിട്ടി. ആചാര്യോപദേശയുടെ പ്രസംഗത്തില് ഒന്നെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ നാട്ടിൽ പോകാറുണ്ട്. ആചാര്യയുടെ ഉപദേശയുടെ പ്രസംഗത്തില് ഒന്നിനെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയി. എന്റെ ആവശ്യം എന്താ? ഞാൻ അവിടെ അങ്ങ് പിണങ്ങും. രക്തം ചൊരിയാതെ വാൾ അടക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇന്നത്തെ മീറ്റിംഗ് ഇളകി. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. നീ വചനത്തിന്റെ അകത്ത് വരണം. വന്നാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ കാര്യം ദൈവം ക്രമീകരിച്ച് തരും. സകല പ്രശ്നത്തിന് ഉത്തരം പ്രാർത്ഥിച്ചാൽ കേൾക്കും. ദൈവത്തിന് വഷളായപ്പോൾ യഹോവയുടെ കൃപ നോഹയ്ക്ക് ലഭിച്ചു. നോഹ ചാടി പുറത്തു വന്നു. ചില കാര്യം പറയാൻ പോകും. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തു. ഒരു പെട്ടകം അത് ഇത്രയടി വീതി, അത് ഇത്രയടി നീളം, ഇത്രയടി പൊക്കം. ഇത് നീ പണിയണം. അത് നീ ഒരു കാര്യം നീ പണിയിക്കില്ലേ? നീ പണിയിക്കാൻ അതിന്റെ കോൺട്രാക്ട് നീയാണ്. അത് കേറ്റേണ്ട ആളും നീയാണ്. അത് നോക്കി കുറെ പണം കൊടുത്തു. ആ പണം കൊണ്ട് നമ്മളെ എന്റെ വീട്ടുകാരെ വിളിച്ചു. എന്റെ വീട്ടുകാരെ ആ പണം കൊടുത്തിട്ട് വിളിച്ചു. ഇന്നലെ വിളിച്ചു. എന്റെ ഫാമിലിക്കാരാണ് ഈ പെട്ടാൻ മണിക്കാരൻ. എന്റെ ഫാമിലിക്കാരാണ് പെട്ടാൻ മണിക്കാരൻ. കർത്താവിന്റെ വലിയ ദാസന്റെ വീട്ടുകാരും അത് പണിയാൻ വന്നിട്ടില്ല. കർത്താവിന്റെ വലിയദാസന്റെ വീട്ടുകാരും അത് പണിയാൻ വന്നിട്ടില്ല. ഒരു ഉടക്കിലും ഒരു ആണി വയ്ക്കാനോ ഒരു കൂട്ട് വയ്ക്കാനോ മരമടക്കാനോ അവർ കൊടുത്തില്ല. എന്റെ വീട്ടുകാരാണ് ഈ പെട്ടം പണിഞ്ഞ ആശാരി. ഈ അതിന് കൂട്ട് വെക്കാനോ ആണി അടിക്കാനോ അത് കൊടുത്തില്ല. എന്റെ വീട്ടുകാരാണ് ഈ പെട്ടകം പണിഞ്ഞ ആശാരി. ആശാരി തലച്ചോറുള്ളവരില്ല. അവൻ കിഴിഞ്ഞ കുറ്റിയോളാണ്. നോക്കിയപ്പോൾ എസ്റ്റിമേറ്റ് കിട്ടിയപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. ഒരു വെള്ളപ്പൊക്കം വരാൻ പോവുക. ഇതിന് കയറാനാണെന്ന് പറഞ്ഞു. അപ്പോഴേ ആശാരി കണക്ക് കൂട്ടിയവന് ഭ്രാന്താണെന്ന്. അപ്പോൾ ആശാരിക്ക് പറഞ്ഞു കോൺട്രാക്ട് വിടണ്ട. കോൺട്രാക്ട് വിടണം. പിടിച്ചോളാം. ആശാരിക്ക് മോശമൊന്നുമല്ല. ചില പെട്ടകം പണിക്കാരെ ട്രെയിനിങ് കൊടുക്കുന്നത് ആശാരിച്ചുമാരാണ്. ചില പെട്ടകം പണിക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആശാരിച്ചുമാർ. ആശാരി എങ്ങനെ നിർത്താം? ആശാരിക്ക് വളഞ്ഞ ബുദ്ധിയാണ്. ഇവിടെയല്ല. അങ്ങനത്തെ ആശാരിയാണ്. പെട്ടകം പണി ആരംഭിച്ചു. പ്രസംഗം തുടങ്ങി. പണം മുഴുക്കി ആശാരി ഏൽപ്പിച്ചു. ഉള്ള പണം മുഴുവൻ ആശാരി കൂടി ചരമര പണിയാണ്. ശമ്പളം ഉണ്ടല്ലോ. $30. 30. നാട്ടിൽ വന്നാലോ എത്ര പൈസയായി? 30 രൂപ വെച്ച് കൊടുത്തു. ബാക്കിയെല്ലാം തട്ടിക്കളഞ്ഞു. കുഴപ്പമൊന്നുമില്ല. പണി ആരംഭിച്ചു. പാവങ്ങൾ പണി തുടങ്ങി. ഉണങ്ങിക്കിടന്ന ഞരമ്പെല്ലാം ഉടുത്ത് മകരം കൂലിക്കിടന്ന ആശാരിച്ച് കയറി മൂന്നു. ഉണങ്ങിക്കിടന്ന ഞരമ്പെല്ലാം ഇങ്ങനെ കുരുത്ത് അങ്ങനെ മരവിച്ച് കിടന്ന ആശാരിക്ക് ഒന്ന് നൂറുന്നു. എങ്ങനെ പെട്ടമണി ആരംഭിച്ചപ്പോൾ അറിയാമോ? നോഹ കൊടുത്ത പണമാണ്. ദൈവത്തിന്റെ കമാൻഡിംഗ് ഓർഡറാണ്. ഞാൻ വെള്ളം കൊണ്ട് നിന്നെ തട്ടും. നോഹ പ്രസംഗിച്ചു. എവിടെ? റോഡുകളിലും അടിച്ചു പ്രസംഗിക്കും. എന്താ പ്രസംഗിക്കുന്നത്? ദേശമേ നീ ഉണരുക. ഇവൻ അടിച്ചു മിന്നിയാണ്. അവൻ നോക്കിയപ്പോൾ ഇവൻ വട്ടനാ. ഇവൻ ഒരു ഭ്രാന്ത. ഇവനൊരു ഭ്രാന്തവും പറയാം. 40 രാവും പകലും മഴ പെയ്യാൻ പോവുക. 40 രാവും പകലും മഴ പെയ്യാൻ പോവുക. പിന്നെ അത് മാത്രമല്ല ഒരു പട്ടാൻ തീർക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ സയൻസുകാർ പറയാണ്. എടാ മഞ്ഞിൽ കൊണ്ട് മാത്രം ഭൂമി നനച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യാൻ പോകുന്നില്ല. ഇത് നുണയാണ് എന്ന് പറഞ്ഞ് നോഹയെ ഒരു ഭാഗത്ത് ഒതുക്കി. എന്നാൽ ഒരുത്തനോടും കേൾപ്പിക്കാതിരുന്നില്ല. അതാണ് നമ്മുടെ ചുമതല. ന്യൂയോർക്ക് മുഴുക്കിയും ഗുണപ്പെട്ടില്ലെങ്കിലും ക്യാപ്റ്റൻ ശ്യാമലൂടെ വന്നപ്പോൾ അദ്ദേഹം ബീച്ചിൽ പോയി. ചില മതന്മാരോടും സാഹിബിനോടും സൂചനം എന്ന് പറഞ്ഞു. ചില മതന്മാരോട് സാഹിബിനോട് സുവിശേഷം പറഞ്ഞു.
എനിക്ക് ഭാഷയില്ല. എനിക്ക് ഭാഷയില്ല. എങ്കിൽ ഞാൻ ഈ യോഗം അങ്ങോട്ട് മാറ്റി മാറും. ഈ യോഗം ഞാൻ അങ്ങോട്ട് മാറ്റി. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഒന്നുമില്ല ഒരു കാര്യം ചെയ്യും. ഒരു ടെക്നിക്കൽ വേല നടക്കും. ഒരു ടെക്നിക്കൽ വേല. അതോടെ അറിയാമോ? എവിടെയാണെന്നറിയോ? കാണ്ടുവ. വടക്കേ ഇന്ത്യയിൽ കാണ്ടുവ. വടക്കേ ഇന്ത്യയിൽ കാണ്ടുവ. അവിടെ ഒരു വേലയുണ്ട്. അവിടെ ഒരു വേലയുണ്ട്. ആ വേല ആരെന്നറിയാമോ? കുര്യൻ തോമസിന്റെ വേലയാണ്. കുര്യൻ തോമസിന്റെ വേല. ഒരു മലയാളി റാന്നിക്കാരൻ ഒരു മലയാളി അവിടെ ഇരിപ്പുണ്ട്. ഒരു റാന്നിക്കാരൻ ഒരു മലയാളി അവിടെ ഇരിപ്പുണ്ട്. പറിച്ചപ്പഴും 6 മുട്ട. പറിച്ചപ്പഴും 6 മുട്ട. നട്ടപ്പഴും 6 മുട്ട. അത്രേ ഉള്ളൂ. 9 യോഗം നടത്തി. 9 യോഗം നടത്തി. ദൈവനാമത്തിനകത്ത് യാതൊരു അശോക്തിയുമില്ല. ദൈവനാമത്തിൽ പറയട്ടെ, ഇതിനകത്ത് യാതൊരു അതിശോക്തിയും. 15 കസേര എടുക്കും. 15 കസേര എടുക്കും. ഓരോ കൺവെൻഷൻ 15 പേരെ അവിടെ ഉള്ളൂ. 15 പേരെ ഉള്ളൂ. 15 പേര് വന്നിരിക്കും. 15 പേര് വന്നിരിക്കും. യോഗം തീരും പോകും. അതാണ് പരിപാടി. ഇന്നത്തെ പെന്തക്കോസ്ത് യോഗത്തിന് സമുദായക്കാർ കൂടാത്തതുപോലെ. ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ യോഗത്തിൽ സമുദായക്കാർ കൂടാത്തതുപോലെ. അങ്ങനെ അബദ്ധം പറ്റി കിടക്കുകയാണ്. കറണ്ട് പാസ് ചെയ്താൽ യോഗം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത മീറ്റിംഗ് എന്റെ മീറ്റിംഗ് ഞാൻ എന്നപ്പോൾ ഞാൻ ഭോപ്പാൽ കഴിഞ്ഞിട്ട് അവിടെ ചെന്നു. അവിടെ പുള്ളി യോഗമൊക്കെ നോട്ടീസ് അടിച്ചു. പുള്ളി യോഗത്തിന് നോട്ടീസ് ഒക്കെ അടിച്ചു. 50 നോട്ടീസ് ഉണ്ട്. 15 കസേരയുണ്ട്. 15 കസേര. ഇത് പോരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് പോരാന്ന്. ഇന്ന് 8 വരത്തുള്ളൂ. ഉപദേശം ഇന്ന് 8 വരത്തുള്ളൂ. ബാക്കി നാളെ വരും. ആശാരൂപ യോഗത്തിന് 8. ആശാരിയുടെ യോഗത്തിന് 8. അപ്പൊ പെണ്ണുമ്പിള്ള അങ്ങ് ആട്ടിന് പാല് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ പെണ്ണുമ്പിള്ള ആട്ടിന് പാല് കൊടുത്തോണ്ടിരിക്കുക. ആട് പ്രസവിച്ചു. അപ്പോൾ ആട് പാല് കുട്ടി കുടിക്കാത്തോണ്ട് വേറെ പാല് വാങ്ങിച്ച് അതിനെ കൊടുത്തോണ്ടിരിക്കും. ഇവിടെ യോഗം പെണ്ണുപിള്ളേരെ പാല് കൊടുപ്പാണ്. കുട്ടി കുടിക്കാത്തതുകൊണ്ട് വേറെ പാല് വാങ്ങിച്ച് കുട്ടിക്ക് കൊടുത്തോണ്ടിരിക്കും. ആ കുട്ടിയും ആട്ടിനെയും അവിടെ ആദ്യം ആട്ടിച്ച് പുറത്തിലടിച്ചു. ആ കുട്ടിയെയും ആട്ടിനെയും ആദ്യം അടിച്ച് പുറത്ത്. പിന്നെ കോഴിയുണ്ട്. അതിനെല്ലാം അടിച്ചിട്ട് ഇയാളെ ഭാര്യ ആദ്യം അടിച്ച് പുറത്തിറക്കി. ഇയാളെ ഭാര്യ ആദ്യം അടിച്ച് പുറത്തിറക്കി. ഇയാളെ പിടിച്ചു. ഇയാൾ പറയാം അച്ചായ ഓടി വന്നാട്ടെ. ഇയാൾ പറയാം അച്ചായ കൊച്ച വിളിക്കാം. അച്ഛമ്മ വിളിക്കും. എന്തിനു ചോദിച്ചു? ഒരു തേങ്ങ ഉടയ്ക്കാൻ. ഈ അച്ചാനെ വിളിക്കുക. ഈ പെങ്കോന്ന് അങ്ങ് ഓടി ചെല്ലുക. പെങ്കോന്നിന് ഓടി ചെല്ലുക. ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഈ തേങ്ങ ഉടയ്ക്കുന്ന കുന്നു ഉടയ്ക്കണ്ട. ഈ തേങ്ങ ഉടയ്ക്കുന്ന കുന്നു ഉടയ്ക്കാം. ഇങ്ങോട്ട് പ്രാർത്ഥിക്കാം. ഇവൻ ആണെന്ന് പറഞ്ഞു. എന്ത് പറ്റി? യോഗം നടക്കാൻ പോകും. പെണ്ണുപിള്ളക്ക് ജോലി ആട്ടിന് പാല് കൊടുക്കുക. പെണ്ണുപിള്ളക്ക് ജോലി ആട്ടിന് പാല് കൊടുക്കുക. ജോലി തേങ്ങ കണ്ടിക്കണം. നോക്ക് പരിപാടി. എന്ത് പറ്റി? ഇയാളെ ജീവിച്ച് പെണ്ണുപിള്ള മണ്ടേ വെച്ച് ഇങ്ങോട്ടിരിക്കാം. നിന്നെ തട്ടിയിട്ട് പോകും. നിന്നെ ഇവിടെ അയച്ചത് എടുത്ത് വടക്കേന്ത്യയിൽ തൊപ്പിയിരിക്കുന്നു. അങ്ങോട്ട് പണം വയ്ക്കണം. അമേരിക്ക എടുത്ത് അടയ്ക്കേണ്ടി വേലയുണ്ട്. നിന്റെയൊക്കെ ജോലി ആട്ടുകുട്ടിക്ക് പാല് കൊടുക്കാണ്. അവസാനിക്കാൻ പോവുക. പോയിട്ട് വേറെയുണ്ട്. വേലക്കാർ ചുരുക്കമായിരിക്കാം. യജമാനോട് പറയേണ്ടത് വേലക്കാരെ കൊണ്ട് എന്ത് പറ്റി? 15 ദിവസം. അപ്പൊ ഈ 8 പേരും വന്നു. 8 പേരും അവർ കൈയെല്ലാം കെട്ടി വന്ന് ഇരിപ്പായി. ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പൊ റോട്ടിൽ കൂടെ ആളങ്ങോട്ട് ഇടിവെട്ടും പോലെ പെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ റോട്ടിൽ കൂടെ ആളങ്ങ് ഇടിവെട്ടും പോലെ പെയ്തുകൊണ്ടിരിക്കുക. ഒരു കട്ടലിട്ട് മറച്ചിട്ടുണ്ട്. റോട്ടിന്റെ ആള് കാണാതിരിക്കുക. ആദ്യം ഞാൻ കട്ടനെ വലിച്ചു. അതാണ് ആശാരിക്ക് തന്ന അപ്പന്റെ ഗുണം. ആദ്യം അവന്റെ കട്ടനെ പൊളിക്കുക. എടുത്തു മാറ്റാൻ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ പറയും പോലെ ചെയ്യണം. ഞാൻ പറയും പോലെ പ്രസംഗിക്കണം. ഞാൻ ഉപദേശിയോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്യണം, പറയുന്നത് പോലെ പ്രസംഗിക്കണം. ഞാൻ ഹിന്ദി അറിയാം. പച്ചമ്മ വിളിക്കാം. നമുക്കാണ് നാളെ ഇവിടെ താമസിക്കേണ്ടത്. ഇയാളങ്ങ് എന്ന് ആശാരിച്ച് ബുദ്ധി പറയാ. പെട്ടകം പഠിക്കുന്ന ആശാരിയോട്. നീ ഞാൻ പറഞ്ഞു നീ കിടക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ കിടക്കാൻ പറഞ്ഞു. നിന്നെ കണ്ടുപോകും. നീ വരാൻ പാടില്ല. പിന്മാറ്റക്കാരി. നീ അങ്ങോട്ട് മാറിയില്ല. അപ്പോൾ ഈ കട്ട മാറ്റിയപ്പോൾ വന്നു. ഇയാളുകൂടെ പിടികൂടി എട്ടിപ്പിടിച്ചിട്ട് ഞാനങ്ങോട്ട് പൊങ്ങി. ഇയാൾ പൊങ്ങി. മേപ്പോട്ട് കീഴ്പോട്ട് ചാടി. 5 നിമിഷം മേപ്പോട്ട് കീഴ്പോട്ട് ചാടി. ഇയാളെ കൊണ്ടത് പൊക്കി. ഇയാളെ വിറക്കം തുടങ്ങി. ഞാൻ പിടിവിട്ടില്ല. കൊണ്ട് പൊക്കി. അങ്ങനെ പൊക്കിയപ്പോൾ ആളെല്ലാം തിരിഞ്ഞു. പിന്നെ ഒരു പാട്ട് കൂടെ ഓട്ടം ഒരു ചാട്ടവും. പിന്നൊരു പാട്ട് ഓട്ടം ഒരു ചാട്ടം കൂടെ ഇയാളെ പൊക്കിയെടുത്ത് കൊണ്ടോടും. ഇത് കണ്ടപ്പോ നാട്ടരം വിഷയം അറിയാൻ പാടില്ല. അപ്പൊ കൂടെ അല്ലേരിയാൻ പറഞ്ഞു. അവന്റെ
പ്രസംഗം കേൾക്കാൻ എടുക്കുന്ന കാണാൻ പറയാം. ഉപദേശിയെ എടുക്കുന്നതാണ് എല്ലാം പൊക്കി നിർത്തിയിട്ട് പിന്നെ സുവിശേഷം പ്രസംഗിച്ചു. പിന്നെ സുവിശേഷം. അപ്പോൾ ഒരു ഭ്രാന്തി ഇളകി. ഒരു ഭൂതത്ത് തൊട്ടു. പ്രൈസലാണ് സംഗതി മാറി. ഹല്ലേലൂയ. എന്റെ കാരണം അതാണ് ടെക്നിക്കൽ വേല. അതാണ് ടെക്നിക്കൽ. പ്രൈസലാണ് രോഗ ഇറക്കി കൊടുത്ത് പരിപാടി മിണ്ടിയില്ല. അവന്റെ പ്രസംഗത്തിൽ ആരും ഗുണപ്പെട്ടില്ല. അവന്റെ പ്രസംഗത്തിൽ ആരും ഗുണപ്പെട്ടു. കണ്ണീരോടെ പറഞ്ഞു ലോകം നശിക്കാൻ പോവുകയാണ്. മഴ പെയ്യാൻ പോവുകയാണ്. മിന്നൽ വരുന്നു. വെള്ളപ്പൊക്കം വരുന്നു. പാപം ചെയ്ത സഹോദര സഹോദരി അടങ്ങുക. മാനസാന്തരപ്പെടാൻ ദേശമേ നീ ഉണരുക. ദേശമേ ഉണരുക. പ്രസംഗിച്ചപ്പോൾ രാവലില്ലാതെ പ്രസംഗിച്ച ആരും വരുന്നില്ല. ആശാരി പൂർത്തിയാക്കി. പെട്ടകം പൂർത്തിയായപ്പോൾ ആശാരി പറഞ്ഞു പെട്ടെന്നല്ല പൂർത്തിയായി. പണിയുള്ളൂ. ഇനി അല്പ പണി. എന്താ പെയിന്റ് ചെയ്യണം. അകത്തും പുറത്തും കീഴ് വെക്കണം. അകത്തും പുറത്തും കീഴ് വെക്കണം. അപ്പൊ അകത്ത് തേക്കാൻ വേറെ പാർട്ടി, അകത്ത് തേക്കാൻ വേറെ പാർട്ടി, പുറത്ത് തേക്കാൻ വേറെ പാർട്ടി, പുറത്ത് തേക്കാൻ വേറെ പാർട്ടി. സെഷൻ തിരിച്ചിരിക്കുക. സെഷൻ തിരിച്ചിരിക്കുക. നാലഞ്ചായിട്ട് ലോക്കൽ പാർട്ടി എല്ലാം അകത്ത് വിട്ടിരിക്കുക. വെളി വിട്ടിരിക്കുക. ലോക്കൽ പാർട്ടി എല്ലാം നമുക്ക് വെളി വിട്ടിരിക്കുക. മറ്റേ പഴവണ്ടി പോലെ അകത്തിരിക്കുക. മറ്റേ പഴവണ്ടി പോലെ അകത്ത് കയറി അങ്ങ് തിന്നു കുളിച്ചിരിക്കുക. സായിപ്പിനെ പോലെ അകത്തിന്റെ കീഴിൽ വെക്കാം. അവൻ അകത്തിന്റെ കീഴിൽ വല്ലപ്പോഴും അകത്തിരിക്കും. പാവപ്പെട്ട വെളി കിടക്കുക. അവൻ ആ കീഴടിച്ച് പൂർത്തിയാക്കി. ആശാരി കണക്ക് പറഞ്ഞു. ഇനി അല്പ പണം കൂടെ വേണം. തരാമെന്ന് പറഞ്ഞു. പാവപ്പെട്ട നോക്കിയിരുന്ന പണം മുഴുക്കയും കൊടുത്തു. ഞങ്ങളെല്ലാം കർത്താവിദാസൻ ഞാൻ ദാസന്മാരെ ഇവരെല്ലാം പണം കൊടുത്തു. ഒരു വേറെ ഉദ്ദേശം ഞങ്ങൾ ഒരു പൈസ ഇല്ലാതെ നിങ്ങൾ മടക്കി വാങ്ങിക്കും. പൈസ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ ചെല്ലും. ഞാൻ ഒരു പ്രസംഗത്തിന് എത്ര മുടക്കിയിട്ടുണ്ടോ അതിന്റെ പലിശ കൂടി ഞാൻ വാങ്ങിക്കും. ഒരു പ്രസംഗത്തിന് എത്ര മുടക്കിയിട്ടുണ്ടോ അതെല്ലാം പലിശ കൂടി വാങ്ങിക്കും. നിങ്ങൾ അപ്പൊ നിങ്ങൾ ചോദിക്കും ഡോളറുണ്ടോ? അവിടെ ഡോളറുണ്ട്. ഡോളറില്ല. അവിടെ സുന്ദരമാകുന്ന കെട്ടിടങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ സ്ഥലത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്. ദ്രവ്യാക്കിരിയാകുന്ന പെന്തിക്കോസ്തുകാരന് കൊച്ചു വീട് കൊടുക്കും. ദ്രവ്യാക്കിരിയാകുന്ന പെന്തക്കോസ്തുകാരന് ഒരു കൊച്ചു വീട് കൊടുക്കും. അവൻ ഞെരുങ്ങിയ താമസിക്കും. കൊടുത്തവന് വലിയ വീട് കൊടുക്കും. കൊടുത്തവന് വലിയ വീട് കൊടുക്കും. നിനക്ക് അളക്കുന്ന അളവിൽ നിനക്ക് ഞാൻ അളന്നു തരും. നിനക്ക് ഞാൻ അളന്നു തരും. വാക്യം അങ്ങനെയാണ്. അവിടെ വേലക്കാരൻ വിഷമിക്കണ്ട. വേലക്കാരൻ വിഷമിക്കണം. ദൈവദാസന്മാർ പ്രവർത്തിക്കണം. വിളിച്ചറിയിച്ചാൽ മതി. ഇങ്ങനെ വിളിച്ചറിയിച്ചാൽ ഞാൻ റോഡിൽ ഇറങ്ങിയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഞങ്ങൾ അടിച്ചു മിന്നു. എന്റെ ഐഡിയ എവിടെ പോയാലും സുവിശേഷം പ്രസംഗിക്കും. പാർട്ടിയും കൂടെ ഒരു ദിവസം ടെറാപ്ലെയിൻ എറണാകുളത്തു തിരുവനന്തപുരത്ത് 40 രൂപ ടിക്കറ്റ്. 40 രൂപ ടിക്കറ്റ്. 4 മണിക്കൂർ ഞങ്ങൾക്കൊരു മീറ്റിംഗ് പോകേണ്ട ആവശ്യമുണ്ട്. തൃശ്ശൂരിലെ ഞങ്ങൾ എറണാകുളം ടിക്കറ്റ് ഞങ്ങൾ 10-12 ഉണ്ട്. 15 എല്ലാം കയറ്റിക്കൊണ്ട് ടെറാപ്ലെയിനിൽ കയറി. നല്ല സുന്ദരൻ ഡ്രൈവറാണ്. അവനങ്ങോട്ട് കാര്യവട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് വണ്ടി ഇറങ്ങിയപ്പോൾ വണ്ടി വന്നപ്പോ അങ്ങോട്ട് ഓടാൻ വാങ്ങി. വണ്ടി വിടാൻ നല്ല സ്പീഡില് 95 മൈലാണ്. 95 കിലോമീറ്റർ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല MC റോഡില്ലയോ? അപ്പൊ വണ്ടി ജമ്പി. അപ്പൊ ഞാൻ കണ്ടു കാണിച്ചു. ഒരു പാട്ട് പാടാണ്. ഞങ്ങളൊരു പാട്ട് അങ്ങോട്ട് പാടി. പാട്ട് പാടിയപ്പോൾ വണ്ടി ഇളകി. ഞങ്ങൾ കമ്പനി വെച്ച് പാട്ട് പാടി. അപ്പൊ എന്റെ സീറ്റിന്റെ അപ്പുറത്ത് ഒരു MLA ഇരിപ്പുണ്ട്. വേറെ ചുമ്മാ MLA ഇരിപ്പുണ്ട്. എന്റെ സീറ്റിന്റെ അപ്പുറത്ത് ഒരു MLA ഇരിപ്പുണ്ട്. അതിനപ്പുറത്ത് ഒരു ചുമ്മാ MLA. കഴിഞ്ഞ പ്രാവശ്യം MLA ഇപ്പൊ ഒന്നുമില്ല. ചുമ്മാ MLA എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം MLA ആണ്. ഇപ്പൊ ഒന്നും. അവന് പഴയ കവർ മാത്രമുണ്ട്. അവന് പഴയ കവർ മാത്രം. അവൻ ചെന്നിട്ട് കണ്ടക്ടർ വിളിച്ച് പറഞ്ഞു. കണ്ടക്ടറോട് വിളിച്ചു പറഞ്ഞു, സാറേ ഇത് മാന്യന്മാർക്കും MLA-മാർക്കും ഓഫീസേഴ്സിനും സഞ്ചരിക്കേണ്ട ഈ ടെറാപ്ലെയിനില് ഈ നെട്ടും പോട്ടുകളെ പാർട്ടി കയറി ഇവിടെ നാശം ഉണ്ടാക്കാണ്. സാറൊരു കാര്യം ചെയ്യണം. ഇവന് നിർത്തിയില്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ കയറി നടക്കുന്നു. സാറ് ഇത് ഓഫീസേഴ്സിനും അതെ MLA-മാർക്കും വലിയ ആൾക്കാർക്കും യാത്ര ചെയ്യേണ്ട ടെറാപ്ലെയിൻ ആണ്. അതിനകത്ത് ഈ നെട്ടും പോട്ടും ഇളകി പാർട്ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങൾ വലിയ വഴക്കുണ്ടാക്കും. അപ്പോൾ ഒരു ദൈവദാസന്റെ മകനാണ് അവിടെ ഇരിക്കുന്നത്.
ഇരിക്കുന്ന കണ്ണ് ഡ്രൈവറായിട്ട്. അപ്പോൾ അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസന്റെ മകനാണ്, ഭക്തന്റെ മകനാണ്. ഒരു ഭക്തന്റെ മകനാണ്. അവൻ ഗുണപ്പെട്ടവനല്ല, അവൻ ഗുണപ്പെട്ടവനല്ല. അവൻ ആ വീഴ്ച വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവൻ ഇത് കേട്ടപ്പോൾ അവൻ ചൂടായി. അവൻ ആക്സിഡന്റ് കാല് കൊടുത്തിട്ട് അങ്ങോട്ട് മുറി കൊടുത്തു. വണ്ടി ഇളകാൻ തുടങ്ങി. അവനും ചൂടായി, ഞങ്ങളും ചൂടായി. കൂടെ വരെ വെല്ലടിക്കും. കണ്ടറാക്ക് ഇവിടെ കേൾക്കുന്നു. ഇവിടെ ഇടിവെട്ടുമ്പോൾ അന്യഭാഷ. ഇവിടെ ഇടിവെട്ടുമ്പോൾ അന്യഭാഷ. അപ്പോൾ 14 സീറ്റിലെ ഒരു പട്ടത്തിയും പട്ടത്തിയുടെ തള്ളയും അപ്പനുണ്ട്. അവർക്ക് സുഖമില്ല. അവരെ അമ്പലത്തിൽ കൊണ്ടുപോകുക. ഇവിടെ ഗുരുവായൂരിലെ പൂജ കഴിക്കാനായിട്ട് അങ്ങോട്ട് പാട്ട് കേട്ടപ്പോൾ അനുപോകും ഇപ്രതാപ ലോക സ്നേഹബന്ധം തീർന്നു പോകും നിൻ സന്തോഷ വിപ്ലവത്തിൻ ഗാനം ചേരുകേശുവിൻ സവിതേ മനുജ സോദര ഉലകഭാവ ശാപം തീർപ്പൻ മനിടദാരനാ സ്വന്തരയുദ്ധം തിരിഞ്ഞ് യേശു കാൽവരിയാകാം. കമ്പരടുത്ത കുട്ടി അങ്ങോട്ട് പാടിക്കൊടുത്തു. എട്ടര കട്ടയ്ക്ക് പട്ടത്തിക്ക് പിഴാതങ്ങളെ പാട്ട് തലയടിച്ചിട്ടുണ്ട്. അവൾ ആടാൻ തുടങ്ങി. ഇന്നും നീ സുഖിക്കുമോ മനസ്സിലോട്ടിടാതെ വന്നിടും പിശാചു ശക്തി നിന്നിൽ ചേരുകേശുവിൻ സവിതേ മനുജ സോദര വണ്ടിയുടെ പേരെന്തുവാ? മാന്യന്മാർക്ക് കഥാപ്ലൈൻ. മാന്യന്മാർക്ക് ചെറാപ്ലൈൻ. പെന്തക്കോസുകാരൻ കയറിയാൽ ആ വണ്ടി പെന്തക്കോസായിട്ട് മാറി. പെന്തക്കോസുകാരൻ കയറിയാൽ ആ വണ്ടി പെന്തക്കോസായിട്ട് മാറും. ഞങ്ങൾ മാറുമോ? ഞങ്ങൾ ക്രിസ്തുവിന്റെ വൈബലിന്റെ സാക്ഷികളാണ്. മഹിമസകളുടെ സാക്ഷികൾ. 2 സ്ത്രീകളെയും വെച്ചുകൊണ്ട് തുണ്ടുണ്ടു അടിച്ച് അന്യഭാഷ പറയുന്നതല്ല പെന്തക്കോസ്. അതാണ് സുവിശേഷം. ചുമ്മാ എംഎൽഎ എഴുന്നേറ്റു. നേരെ വണ്ടി കൊല്ലത്തു. രക്ഷയില്ല. ആലപ്പുഴയ്ക്ക് കൊണ്ടുവിടാൻ പറഞ്ഞു. എംഎൽഎ നടക്കൊണ്ടാക്കി. ഡ്രൈവർ വണ്ടി അങ്ങോട്ട് തിരിച്ചു. അപ്പൊ പറഞ്ഞു ഇവന്മാരിവിടെ അയാൾ ഓഫീസിൽ പറയാണ്. ഓഫീസിൽ പോയി പറയാം. ഏറ്റിയോട് പറയാണ്. സംഗതി വശക്കടാണ്. ഇത് വണ്ടിയിൽ വശക്കടായിരിക്കുകയാണ്. വണ്ടിയെല്ലാം വശക്കടാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇവന്മാരെ ഇറക്കി വിടണം. പുള്ളി വന്നു. ഒരു കടലാസും കൊണ്ട് ഏറ്റിയോ നോക്കിയപ്പോൾ ഞങ്ങളൊക്കെ പാർട്ടി. അപ്പൊ എന്നെ പുള്ളി അറിയും. എന്താ കേസെന്ന് ചോദിച്ചു. ഇത് മാന്യന്മാരുടെ വണ്ടിയാണ്. ഇവിടെ നാശം ഉണ്ടാക്കുക. അതുകൊണ്ട് ഇറക്കി വിടണം. ഞങ്ങൾ നല്ല ചൂടുമാറാത്ത നോട്ട് കമ്പിയിൽ നിന്ന് പൊളിച്ചു കൊടുത്ത ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരിക്കുക. ഞങ്ങൾ നല്ല ചൂടുമാറാത്ത നോട്ട് കമ്പനിയിൽ നിന്ന് കമ്പിയിൽ നിന്ന് നിങ്ങൾ കമ്പിയിൽ നിന്ന് വിളിക്കും. നമ്മുടെ നാട്ടിൽ നീ ആരുടെ കൈക്കൂലി വാങ്ങിച്ച പഴയ നോട്ടാ. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ ബാങ്കിൽ നിന്നോട്ട് പൈസയാണ്. അപ്പൊ പറഞ്ഞു ഇനി പാടത്തിൽ പറയാൻ പറഞ്ഞു. അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇനി പാടില്ലാന്ന് പറഞ്ഞു. അപ്പോഴാണ് ചുമ്മാ എംഎൽഎ പറയാണ്. വണ്ടി ഇറങ്ങിയാൽ യൗമാരി കളയും. എഴുതി വാങ്ങിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എഴുതി തരാം. അപ്പൊ എന്നെ നേരെ പറഞ്ഞു ചോദിച്ചു. ഞാൻ നേരെ എഴുതാൻ പറഞ്ഞു. ഒരു പേപ്പർ ഞാൻ തരാം. നിങ്ങൾ എഴുതാൻ പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഞാൻ എഴുതാൻ പോവുക. ഞാൻ എഴുതിയാ പിന്നെ പാടത്തില്ല. പക്ഷെ ഒരു കാര്യമാണ്. മേലാൽ കേരളത്തിലെ ട്രസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിനകത്ത് ഇനി മേലാൽ ഒരൊറ്റ അയ്യപ്പന്മാരും കയറിയാൽ ശരണം വിളിപ്പിക്കത്തില്ലെന്ന് താൻ എഴുതുന്നാൽ ഞാൻ എഴുതാൻ. കേരളത്തിലെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൽ ഒരൊറ്റ അയ്യപ്പന്മാർ കയറിയാൽ മേലാൽ ശരണം വിളിക്കത്തില്ലെന്ന് എഴുതണം. ഞാൻ പാകിസ്ഥാനാണ്. ഞാൻ ഇന്ത്യ മണ്ണിൽ കുടിച്ചവനാണ്. എനിക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട്. എനിക്ക് ഒരേ മന്ത്രിയാണ്. എനിക്ക് ഒരേ പൈസയാണ്. എനിക്ക് ഒരേ മണ്ണാണ്. എനിക്ക് ഒരേ ഭാഷയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിനക്ക് ഒരേ ദൈവമാണ്. അതേ ക്രിസ്തുവാണ്. ഏറ്റിയുണ്ടല്ലോ. അവന്റെ അഹവാൾ വെട്ടിപ്പോയി. ഈ കേസ് ഞാൻ എടുക്കുന്നില്ല. എംഎൽഎ അവന് ഇറങ്ങി അടുത്ത വണ്ടി പോയതേ ഉള്ളൂ.
ഞങ്ങൾ സ്ഥലം അവൻ ഇറങ്ങി അടുത്ത വണ്ടിക്ക് പോയതേ ഉള്ളൂ. ഞങ്ങളുണ്ടല്ലോ ആ വണ്ടി. അവന്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കാത്തോണ്ടും പിന്നെ അവൻ ബ്ലീച്ചായിട്ട് ഇവന്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കാതെ ബ്ലീച്ചായിട്ട്. ചില പെണ്ണുങ്ങളെ അടിച്ചാലും ഇടിച്ചാലും ഒന്നുകിലും കൊണ്ട് ഡൈവേഴ്സ് ചെയ്യുന്നു. ചില പെണ്ണുങ്ങളെ അടിച്ചാലും ഇടിച്ചാലും അത് ഒതുങ്ങത്തില്ല, ഒക്കത്തില്ല, നിങ്ങൾ പിന്നെ ഡൈവോഴ്സ് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യും. ഞങ്ങൾ തുറവം കണ്ടു. എന്റെ ദൈവം മകത്വത്തിൽ ജീവിക്കുമ്പോൾ എന്റെ ദൈവം മകത്വത്തിൽ ജീവിക്കുമ്പോൾ സാധുനാനി സോണി തന്നിൽ ദേശിപ്പാൻ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ ആരും പോയില്ലെങ്കിലും ആശാരിയുടെ ഭാര്യയും മക്കളും ജോർജ് ഭാഷയുടെ ഭാര്യയും മക്കളും പോകണം. നിങ്ങൾ ആശാരിയുടെ ഭാര്യയും മക്കളും പോകും. അദ്ദേഹത്തിന് എങ്ങനെ ഇവിടെ യോഗം നടക്കില്ല. നാട്ടെ ഞങ്ങൾക്കൊരു പാട്ട് പാടാൻ പോവാ. നാട്ടാരെ ഇത് കേട്ടോണ് കേട്ടില്ലെന്ന് വരുത്തല്ലേ, നോകയും കുടുംബവും പട്ടയത്തിൽ ഞാനും കുടുംബവും വെളിയിലാണ്. കൂടെ കടക്കുവാനാരെയും ഞാൻ കാണുന്നുമില്ല. ഇടുക്കവും ഞെരുക്കവും ആനിപ്പാതയിൽ കൂടെ കടക്കുവാനാരെയും ഞാൻ കാണുന്നുമില്ല. എന്നാൽ പാരമേറും ക്രൂശുമേന്തി കാൽവരിയിലേക്ക് ജീവൻ തന്ന യേശുമാറ്റം കൂടെ വാണിടും. ലോക കടലിൽ പടകേറ്റം അലഞ്ഞിടും. പ്രിയൻ അലാനീതി അനുഭവിക്കും തുറമുഖത്ത്. തുറമുഖത്തുകൊണ്ട് എത്തിക്കും. വണ്ടി എവിടെ വെച്ച് ഉടഞ്ഞാലും ഇക്കവും ഞെരുക്കവും ആനിപ്പാതയിൽ കൂടെ കടക്കുക ആരെയും ഞാൻ കാണുന്നുമില്ല. ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കുടുംബവും അതാണ് പരിപാടി. കുടുംബമായിട്ട് ദൈവത്തെ പാടി പ്രാർത്ഥിക്കണം. കുടുംബമായി ദൈവത്തെ പാടി പ്രാർത്ഥിക്കണം. അതിനെന്താ പരിപാടി? നീ രക്ഷിക്കപ്പെട്ടാൽ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും. നിന്റെ കുടുംബം രക്ഷിക്കും. ഞാൻ മാസങ്ങളായി ഉപവസിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഭവനത്തിന് വേണ്ടി എനിക്കൊരു വെളിപ്പാടുണ്ടായി. എന്റെ വീട്ടിലൊരു യോഗം വയ്ക്കാൻ ഇതുവരെ വെച്ചിട്ടില്ല. അവരെ കേട്ടിട്ടില്ല. ഞാൻ കർത്താവിന് ഡിസംബർ മാസം 16 മുതൽ 23 വരെ പാസ്റ്റർ എസി ജോർജ് അമേരിക്ക പാറശാല സംസാരിക്കും. ഡിസംബർ മാസം 16 മുതൽ 24 വരെ പാസ്റ്റർ എസി ജോർജ് അമേരിക്ക പാറശാല സംസാരിക്കും. വന്നില്ല
വരണം. ഇവിടെ സൂചിച്ചത് മതി. ഇവിടെ സുഖിച്ചത് മതി. ഇനി അങ്ങോട്ടും കൂടെ വാ. ഇനി അങ്ങോട്ടും കൂടെ വാ. ആമേൻ. ആമേൻ. യോയിപ്പിമ്മൻ പിന്നെ JP യോഹന്നാൻ ഇവരൊക്കെ വന്നോട് വേല ചെയ്യുന്നുണ്ട്. ഇവിടെ ഒക്കെ വേല ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ വരണം. അതുപോലെ നിങ്ങൾ കാശ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് കാശ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. വേല ചെയ്താൽ മതി. അവിടെ വേല ചെയ്യാം. ദേവദാസന്മാരെ ഈ ദേവദാസന്മാർ അവിടെ വന്ന് വേല ചെയ്യാണ്. അവിടെ വേല ചെയ്യുകയാണ്. അടിഞ്ഞു കിടക്കുക. ഇവിടെ അടിഞ്ഞു കിടക്കുക. അയ്യോ അടിഞ്ഞു കിടക്കുകയാണ്. എന്റെ സഭ കൊണ്ട് മക്കളെയും സകല സഭ കൊണ്ട് മക്കളെയും സഭയൊന്നും കൊണ്ട് പോകരുന്നേ. നിങ്ങൾ അടിച്ചു പിന്നണം. അടിച്ചു പിന്നണം. ഭൂമിയുടെ അറ്റത്തോളം പോയി. ഒരു വിദ്യാഭ്യാസം ഇംഗ്ലീഷ് എനിക്ക് ABCD ഒന്നും അറിയാൻ പാടില്ല. ഞാന് കണ്ടോ അവൻ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവൻ അമേരിക്കയിലും പ്രസംഗിക്കും. അപ്പുറം പോകും. എനിക്ക് ഇംഗ്ലീഷ് ഒന്നുമില്ല, വിദ്യാഭ്യാസം ഇല്ലാതെ ഞാൻ ഒന്നും അറിയത്തില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ അമേരിക്കയിലും പ്രസംഗിക്കും. ഇംഗ്ലണ്ടിൽ പോകും. അടുത്തത് ഇംഗ്ലണ്ടിൽ പോകും. ജർമ്മനി പോകും. ജർമ്മനി പോകും. ആസ്ട്രേലിയയിൽ പ്രോഗ്രാമുണ്ട്. ആസ്ട്രേലിയയിൽ പ്രോഗ്രാം. വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസമില്ല. കയ്യിലിരുന്നാ മതി. ദൈവത്തിന് മതി. നീ പണത്തിൽ നിന്ന് വിഷമിക്കണ്ട. പണത്തിന് വിഷമിക്കണ്ട. എനിക്ക് കുറച്ച് രൂപയ്ക്ക് ആവശ്യമായിരുന്നു. എനിക്ക് കുറച്ച് രൂപയ്ക്ക് ആവശ്യം. ചോദിച്ചായിരുന്നു. നിങ്ങളോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു. സഹോദരങ്ങൾ ചോദിച്ചാൽ എനിക്കതിന്റെ ആവശ്യമില്ല. എനിക്കതിന്റെ ആവശ്യം. എനിക്ക് രൂപയ്ക്ക് ആവശ്യമുണ്ട്. ഞാൻ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു വിഷയം വെച്ച് 2 കേസ് എന്റെ അടുത്ത് വന്നു. 2 കേസ് അത് നിങ്ങൾ ഏറ്റെന്ന് പറഞ്ഞു. ഏറ്റെന്ന് ആ പണം അവർ കീപ്പ് ചെയ്യും. പണത്തിന് ആവശ്യമുണ്ട്. തോട്ടം വാങ്ങിക്കാനല്ല. അത് സംഗതി വിശേഷ വിലയ്ക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ദൈവം തരുന്നേ. പണം ആവശ്യമുണ്ട്. ദൈവം തരും. ദൈവത്തിന് വേല ചെയ്യരുത്. കകത്ത് വേല ചെയ്യും. നമ്മുടെ മതിപ്പാണ്. നമ്മുടെ മതിപ്പാണ്. എല്ലാം കയറാൻ. അപ്പൊ നോയ്ക്കൊരു മടി. അപ്പൊ ലോകർ മതി. അകത്ത് കയറാൻ. നോയ്ക്ക് കടുങ്കാപ്പിയും ചപ്പാത്തിയെ കൊടുത്ത് ചില കൊച്ചന്മാരോട് നിൽപ്പുണ്ട്. നോയ്ക്ക് കടുങ്കാപ്പിയും ചപ്പാത്തിയും കൊടുത്ത കൊച്ചന്മാര് അവരെ കൂടെ ഒന്ന് കേൾക്കണം. ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഫോണിൽ വിളിച്ചു കൊച്ചന്മാർ വന്നേ. കൊച്ചമ്മ വന്ന് ഞാൻ നിന്നെ കൂടെ കയറ്റിക്കൊള്ളാം. ഞാൻ നിന്നെ കൂടെ ഇത് ആര് കേൾക്കുന്നു? വിശന്നത്ത പരന്നിടത്തിൽ നിനക്കു വേണ്ടി താൻ ധൈര്യം തോറും നിന്റെ ഓരോ വാക്കും കേട്ടോണ്ടിരിക്കുകയാണ്. നിന്റെ ഓരോ വാക്കും കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ യഹോവ കേട്ടു. ഈ ആശാരി കണ്ടു. കണ്ടില്ല. ആ താക്കോലിന് ആ ജയിൽ വെച്ചിരിക്കുക. അത് പോകല്ലേ രോഗി ചാടി കയറി. യഹോവയ്ക്കൊരു ജോലി വെട്ടാൻ പണിയല്ല. പ്രസംഗമല്ല. കാതൽ കൂട്ടുക. അവിടെയാണ് നിന്റെ ആഫീസ് കൂട്ടാൻ പോകുന്നത്. അവിടെയൊക്കെയാണ് നിന്റെ ആഫീസ് കൂട്ടുക. ഇപ്പൊ കിടന്ന് നിങ്ങളുടെ ഉപദേശി കിടന്ന് രാവിലെ ജോർജ് ഭാഷ പ്രാർത്ഥിക്കുക. ഒടുക്കമുണ്ടല്ല സമയമാകുമ്പോൾ ജോർജ് ഭാഷനും മലക്കും നീയും മലക്കും. അതെ, ഇപ്പൊ കിടന്ന് ഇങ്ങനെ രാത്രി പോലില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഒടുക്കമ ജോർജ് ഭാഷനും മലക്കും നീയും മലക്കും. ജോർജ് ഭാഷ ഉണ്ടല്ലോ. ജോർജ് ഭാഷ ഉണ്ടല്ലോ. നാഗളം കേൾക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ പിന്നെ ഗുണപ്പെടാത്തം കാണും. അദ്ദേഹത്തിന്റെ എല്ലാ മക്കളും ഗുണപ്പെട്ടവരാ. ഗുണപ്പെടാത്ത മക്കൾ മാത്രം അവിടെ കാണും. അവരോട് വിളിച്ചു പറയും. എന്റെ അപ്പച്ചനെ കണ്ടില്ല. എങ്ങോട്ട് പോയിരിക്കാണ്? വരുമ്പോൾ പറയാം. മോനെ നിന്റെ പിന്നെ അപ്പനെ കാണത്തിന്റെ വയസ്സിലാണ്. പിന്നെ അപ്പനെ അവനൊന്നും പറക്കത്തില്ല. ഇതുപോലെയാണ്. പറഞ്ഞു കരുവാന്ന് കൂട്ടി സ്ഥലം വിട്ടു. വാതിൽ കൂട്ടിയപ്പോ തന്നെ ഇടിയും പിന്നലും വന്നു. മഴ ആരംഭിച്ചപ്പോ എത്ര വർഷമായി ഇഞ്ചി നട്ടിട്ട്? 10 വാഴ കുഴിച്ചു വെച്ചിട്ട് 10 വാഴ കുഴിച്ചു വെച്ചിട്ട് എത്ര വർഷമായി? മോള് വെറ്റി കിടക്കുക. അടുത്ത പ്രാവശ്യം 5-6 വറ്റിന് വറുത്ത് കൊടുത്തേക്കുണ്ട്. 5-6 വറ്റ വറുത്ത് കൊടുത്തേക്കും. മോള് അമേരിക്കയിൽ വന്നിട്ടുണ്ട്. മോളെ അമേരിക്ക വന്നു. അവർക്ക് 5-6 ചക്ക വറ്റിന് വറക്കണം. അവർക്ക് 5-6 ചക്ക ഉപ്പേരി വറുത്തു. പിന്നെ അതിൽ കൂടെ കൊലയും വേണം. അത് കൂടെ കുറെ കൊലയും വേണം. നിങ്ങൾ വാഴ നട്ടോ? നിങ്ങൾ വാഴ നട്ടു. എടി നടാൻ പോവാ. മുമ്പ് എടുത്തോണ്ട് പോവുക. അച്ഛനും കൊച്ചമ്മ കൂടെ കണ്ടം കളയ്ക്കാൻ. എന്റെ തലമണ്ടയിൽ കൂടെ മണിക്കൂറായിട്ട് ദേശമേനി ഉണരുകാന്ന് പാവപ്പെട്ട ലോക പ്രസംഗിച്ചിട്ടും ജോലി ആമേൻ ആവില തിന്നുക, കുടിക്കുക, മക്കളെ കെട്ടിക്കുക, പിന്നെ മരുമോളെ എടുക്കുക. 4 മണി. നിന്റെ തലമുറകളായിട്ട് നിന്റെ തലമണ്ടയിൽ കൂടെ പ്രസംഗിച്ചിട്ടും നീ തിന്നുക, കുടിക്കുക, പിന്നെ മക്കളെ കെട്ടിക്കുക, മരുമക്കളെ എടുക്കുക. 4 മണി.
ഈ കാര്യം ഓർക്കുന്നില്ല. എന്നാ നോഹ പക്ഷെ മൈൻഡ് ചെയ്തില്ല. സമയമായപ്പോൾ കൊച്ചമ്മ വീട്ടിൽ ഇടയ്ക്ക് ഇടിവെട്ടും മഴ വെള്ളം മുങ്ങിയപ്പോൾ വെള്ളമായി കൊച്ചമ്മ അവിടെ കിടക്കുകയാണ്. എന്നെ കൂടിക്കാൻ കാഴ്ച കണ്ടില്ല. കല്യാണം പെണ്ണ് മോളെ ഇങ്ങോട്ട് അയക്കാം. കണ്ടില്ല. മണവാളം മുങ്ങിച്ചത്തു. അവസാന കല്യാണം നോയുടെ കാലത്ത് അങ്ങനെ സംഭവിച്ചു. നിങ്ങൾ ടൈം വെച്ച് ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സമ്മതിക്കണം. നിങ്ങൾ അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഇവിടെ സന്തോഷമാണ്. നിങ്ങൾക്ക് സന്തോഷം. അവിടെ സന്തോഷമാണ്. അമേരിക്ക മോശമല്ല. എന്നാൽ ഈ സന്തോഷം അവിടെ അനുഭവിക്കണം. വീണ്ടും ജനിക്കണം. വെള്ളം ഈ വെള്ളം രണ്ട് സ്ഥലത്തും ഈ വെള്ളം രണ്ട് സ്ഥലത്തും ഒന്ന് മേലിൽ നിന്നും ഒന്ന് മേലിൽ. പിന്നെ ഭൂമിയുടെ ഉറവ പൊട്ടി. ഭൂമിയുടെ ആഴിയുടെ ഉറവകൾ പൊട്ടി പെട്ടകത്തെ എടുത്ത് മറിച്ചു. ഉറവകൾ പൊട്ടിയപ്പോ പെട്ടകത്തെ പോക്കി. ഈ ആശാരിയുടെ ഭാര്യ എത്ര നീളം കുറവാണ്. ആശാരിയുടെ ഭാര്യ ഇത്രയും നീളം കുറവാണ്. ആ കുറവണ്ടി വെച്ച് പഠിച്ച് ഇരിക്കുക. അങ്ങനെ ഇരിക്കുക. താഴെ താമസിക്കും. അവിടെ വെള്ളം കഴിയുന്നത്. പിള്ളേരെ മരിച്ചുവാരിക്കൊണ്ട് ബാക്കി പണമുണ്ട്. മിച്ച പണമുണ്ട്. കടിച്ചു പിടിച്ചുകൊണ്ട് അച്ചായ പെട്ടകം പണിഞ്ഞത്. നിങ്ങളല്ലേ ആ പെട്ടകം പറഞ്ഞു? നോഹ പറഞ്ഞല്ലോ. നോഹ പറഞ്ഞ വെള്ളം ഉണ്ടാവും. ശരിയാടി പോകാം. നമുക്ക് പോവാം. നമ്മളെ കേട്ടു പണിഞ്ഞ പെട്ടകം. അച്ഛനെ പൊക്കിക്കൊണ്ട് കൊച്ചമ്മ പിള്ളേരെ മാറിക്കൊണ്ട് പോകുന്നു. ഒരു ഉണർവ്. അച്ഛനും കൊച്ചമ്മയ്ക്ക് ഒരു വിട്ട വേല ചെയ്യാൻ. അച്ഛനും കൊച്ചമ്മയ്ക്ക് ഒരു വിട്ട വേല ചെയ്യാൻ. ത്യാഗത്തിന് വേല ചെയ്യാൻ. ഒരു ത്യാഗത്തിന് ഇനി വേണ്ട ഒരു പാട്ട് പാടി. എങ്ങനെ ഇനി വേണ്ട ഒരു പാട്ട് പാടി? കൊച്ചമ്മ പാടിയത് വേണ്ട വേണ്ട ഞങ്ങൾ മൂക്ക് തുറന്ന് ശ്വാസം വിടാതെ പാടിയപ്പോൾ അവസാന പാട്ട് നീ പാടും. എങ്ങനെ കൊടും തീനാൽ നിന്നെ വല വീശിടും ഞങ്ങളെ. ആ തീയിനാൽ കൊടും തീനാൽ വല വീശിടും ഞങ്ങളെ. പാടുക സ്തുതി പാടുക നാം യേശുവേ തെളിവോടുക. പാടുക സ്തുതി പാടുക നാം യേശുവേ തെളിവോടുക. ആ തീയിനാൽ കൊടും തീയിനാൽ വല വീശിടും. തീയുണ്ട് എനിക്ക് ചുടാനായിട്ട് വീശിക്കൊണ്ടിരിക്കുക. കൊച്ചികൾ മിച്ചം പണം വിട്ടിട്ടില്ല. പെട്ടകത്തിൽ കെട്ടിപ്പിടിച്ചു. പെട്ടകം ഇളകിയതൊക്കെയാണ് പൊങ്ങിക്കൊണ്ടിരിക്കുക. വന്നിട്ട് പോയി പൊട്ടിക്കുക. അപ്പൊ അത് നോക്കാത്തിരിക്കുക. എന്താ വിഷയം? പേരെന്താ? ഞാനാണ് പെട്ടകം പണിഞ്ഞ പി.വി.ആശാരി തന്തയുടെ തന്ത. ഞാൻ കണ്ടതോ? അതെ, ഞാനാണ് പെട്ടകം പണിത പി.വി.ആശാരിയുടെ തന്തയുടെ അപ്പന്റെ പാട്ടയുടെ പൂട്ട. അപ്പൂപ്പന്റെ പാട്ടയുടെ പൂട്ട. ഒരൊറ്റ ഇംഗ്ലീഷ്. ഒരൊറ്റ ഇംഗ്ലീഷ്. അത് പെണ്ണുമ്പിള്ളേക്ക് അറിഞ്ഞുകൂടാ. അത് പെണ്ണുമ്പിള്ളേക്ക് അറിഞ്ഞു. ഇയാൾക്കറിയാം. ആ ഇംഗ്ലീഷാണ്. കടുത്ത ഇംഗ്ലീഷാ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ അകത്ത് കീറി വെച്ചു. പുറത്ത് കീറി വെച്ചു. ഞാൻ വാള് വെച്ചു. ഞാൻ മഴ പെയ്തു. ഞാൻ തടിയറച്ചു. 120 സംവത്സരം വെയിലും മഴയും കൊണ്ട് ഞാൻ ആ കണക്ക് കൊടുത്ത് ഈ പെട്ടകം പഠിച്ചത്. എല്ലാം പറഞ്ഞു. ഒടുവിൽ പറയാണ് ഐ ഡോണ്ട് നോ. നിന്നെ ഞാൻ അറിയുന്നില്ല.
എപ്പോഴാണ് വിഷയം കിട്ടാൻ അപ്പൊ പറഞ്ഞു നമ്മളെ അവരറിയുന്നില്ല. എന്തോ അറിയുന്നു. അയ്യോ അവിടെ മറന്നു. ആമേ പുള്ളി മാത്രമുണ്ട്. പിന്നെ പുള്ളി മാത്രം. അയാളും മറിഞ്ഞപ്പോൾ നീളമുള്ള 6 അടി പാർട്ടി വരുന്നു. നീളമുള്ള 6 അടി പാർട്ടി വരും. കുരിശും തടിയും വടിയും മുടിയും മറ്റേ പഴയ പാർട്ടി. ഞങ്ങളാണ് സ്നാനത്തെ ചെറുത്തു നിർത്തിയ പാർട്ടി. ഞങ്ങളാണ് സ്നാനത്തെ ചെറുത്തു നിർത്തിയ പാർട്ടി. ഞങ്ങൾ ഇത്ര പള്ളി സ്ഥാപിച്ചവരാണ്. 7 പള്ളിക്കാരൻ. ഞാൻ ഇന്നടത്ത് കുരിശ് വെച്ചവൻ. ഇന്നത് കോളേജ് സ്ഥാപിച്ചവൻ. അവനും മറന്നു. ആശാരി വന്നു. അവനും മറന്നു. നേതാക്കന്മാർ ഓരോരുത്തരും വന്നു. എല്ലാം പറയാൻ തുടങ്ങി. ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നിരിക്കുന്ന ആകാശവും ഭൂമിയും അന്നിരുന്ന ഭൂമി ജലപ്രളയം കൊണ്ട് എല്ലാവരും നശിപ്പിച്ചു. അപ്പോഴാണ് വലിയ പാർട്ടികള് ഈശക്കാര് കുടവണ്ടിയെല്ലാം ചിലർ പറയും വണ്ണവും നീളവും ഉണ്ട്. എനിക്ക് വണ്ണവും നീളമുണ്ട്. ഞാൻ സുന്ദരനാണ്. ഞാൻ സുന്ദരിയാണ്. തമിഴൻ പറയാം കാലമ്മേ ഇത് പൊയ്യടാ മനം കാറ്റടൈതു മെയ്യടാ. കാലമേ ഇത് പൊയ്യടാ മനം കാറ്റടൈതു മെയ്യടാ. വെളുത്ത നരമ്പും ഉളുത്ത തോലും ഇളുത്തു കെട്ടിന കൂടടാ. വെളുത്ത തോലും നരമ്പും കൊണ്ട് ഒരു കൂടുണ്ടാക്കി. അതിനകത്ത് കുറെ ഗോതമ്പ് റൊട്ടിയുണ്ട്. അതുകൊണ്ട് നടക്കുക സൗന്ദര്യം. അവൻ പറയാണ് ഇത് പൊയ്യട മണ്ണും കാറ്റടൈതു മെയ്യട. വെളുത്ത നരമ്പും ഉടുത്ത തോലും ഇളുത്തു കെട്ടിന കൂടട. അവൻ വന്നവിടെ പോകും. അവനും പറഞ്ഞിട്ട് അവനങ്ങനെ ചത്തിടക്ക. വെള്ളത്തിന്റെ നീര് അങ്ങനെ ആടിക്കിടക്കുന്നു. പെട്ടകം അങ്ങോട്ടുണ്ടല്ലോ. ദിവസം കഴിഞ്ഞപ്പോൾ മരം കാക്കെ തുറന്നു വിട്ടു. മലങ്കാക്ക വന്നും പോയി നിന്നു. ഈ മല്ലന്റെ ബോഡിയിൽ പായസം പോലെ പഴുത്തിരിക്കാൻ. അതിൽ ചെന്ന് കാക്കയിരിക്കാൻ. ഒത്തിയടിക്കാൻ. അപ്പോഴാണ് ആശാരി പാടിയത്. കള്ളന്മാരായുലകിൽ ജീവിച്ചവർ എല്ലാം ഇപ്പോഴെ വീട് നല്ല ചിന്ത ചെയ്ത അതേ ഇപ്പോൾ വെള്ളത്തിലല്ലയോ നീ. പ്രാവിന് വിട്ടപ്പോൾ അവൻ ഇരിക്കത്തില്ല. ഇവന്റെ ചാപ്പാട് ആക്കിയായിരുന്നു. അങ്ങിരുന്ന കാലത്ത് നശിപ്പിച്ചു. ഇപ്പോഴത്തെ ആകാശവും ഭൂമി കൂടെ വായിക്കാം. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 4-5 5-6 7 വായിക്കാം. 5-6 7 ശീഘ്രം 2 പത്രോസ് 3-ന്റെ 5-6 ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായെന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു. ന്യായവിധിയും പട്ടികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും അവർ മനസ്സോട് പറഞ്ഞു കളയുന്നു. ഒന്നുകൂടെ വായിച്ചു. നീ കുഴപ്പമില്ല. നീ രക്ഷിക്കപ്പെടണ്ട. കേട്ടോണ്ട് പോ. ഇത് കേട്ടോണ്ടത് പോകും. നീ കുഴപ്പമില്ല. നീ രക്ഷിക്കപ്പെടണം. അതിന്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ ആവശ്യം പറയാൻ പോവാ. ഇപ്പോഴത്തെ ആകാശം പറയാൻ പോവാ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായിരുന്നു. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു. ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും അവർ മനസ്സോട് മറന്നു കളയുന്നു. അവർ മനസ്സോട് മറന്നു കളയുന്നു. 87 മറക്കുന്ന മനുഷ്യ. അന്നിരുന്ന ഭൂമി ആകാശവും ഭൂമിയും അതേ വചനത്താൽ സൂക്ഷിച്ചു. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തമിഴ്നാടെങ്കിൽ അന്ത വാർത്തയിനാല് നിന്നോട് പേശുகிறேன். കൊടുന്തി
നീ ചാടി ചൂടാകണം. നീ ചാടി ചൂടാ. നീ ചാടി കുതിക്കണം. നീ ചാടി കുതിക്കണം. എങ്ങനെ കുതിക്കണം? എങ്ങനെ കുതിക്കണം? മലാഖി 4:2. നീ എങ്ങനെ ചാടി കുതിക്കണം? നീ എങ്ങനെ ചാടി കുതിക്കണം? പൈതലേ, നീ പേടിക്കേണ്ട പൈസ. ദൈവത്തിന് പൈതലേ, നീ പേടിക്കേണ്ട. പുരുഷന്മാരെ മുമ്പിൽ തീ അടിക്കുമ്പോൾ ദുഷ്ടന്മാരായിട്ട് തീ അടിക്കും. നീ എങ്ങനെ ചൂടുപോലെ കത്തുന്നത് 2. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങള്. തൊഴുത്തിൽ വരുന്ന പശുക്കിടാങ്ങള് എങ്ങനെ ചാടും? തുള്ളിച്ചാടും. എടാ, പെന്തക്കോസ്ത് പോലെ അത്ര തുള്ളൊന്നും വേണ്ടടാ. എടാ, പെന്തക്കോസ്തുകാരെ പോലെ അത്ര തുള്ളൊന്നും വേണ്ട. നമുക്ക് മര്യാദയ്ക്ക് ഇരുന്നാ മതി. നമുക്കൊക്കെ മര്യാദയ്ക്ക് ഇരുന്നാൽ മതി. കൊച്ചന്മാർക്ക് നാട്ടിലെ കാര്യം അറിയാമല്ലോ. കൊച്ചന്മാർക്ക് നാട്ടിലെ കാര്യം അറിയാമോ? ഞങ്ങളുടെ നാട്ടിൽ ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ഉണക്ക പശു ഉണ്ടായിരുന്നു. അവിടെ ഒരു ഉണക്ക പശു ഉണ്ടായിരുന്നു. ആ പശുവിനെ അത് വയ്യാന്ന് പ്രസവിച്ചു. വയ്യാന്ന് പ്രസവിച്ചു. അങ്ങനെ കുട്ടി കിടക്കുക. അങ്ങനെ കുട്ടി അതിനെ തട്ടി പൊക്കി നിർത്തിയിരിക്കും. അപ്പൊ അതിനെ കറന്നാണ് കൊച്ചമ്മയ്ക്ക് 3 ബിസിനസ്. അത് കറന്നാണ് കൊച്ചമ്മയ്ക്ക് 3 ബിസിനസ്. 3 പീസ് കൊടുക്കണം. 3 പീസ് കൊടുക്കണം. അരി വാങ്ങിക്കണം. ചിട്ടി കൊടുക്കണം. ഈ പശുവിനെ കറന്നാ എടുക്കേണ്ടത്. ഈ പശുവിനെ കറന്നാ എടുക്കും. ചൊരയ്ക്കോലത്തെ കുച്ചിനെ കുറ്റി വെച്ചിട്ടിരിക്കുക. ചൊരയ്ക്കാതെ ഒരു കൊച്ചുകുട്ടിയെ പ്രസവിച്ചിട്ടില്ല. 7-ാം ദിവസം ഈ കുട്ടി എടുത്തോണ്ട് ഒരു കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുക. നേരം വെളുക്കുമ്പോൾ ഈ കുട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ പശുവിന്റെ മുലമ കൊണ്ട് കാണിക്കും. ഈ പശുവിന്റെ മുലയടലിയെ കൊണ്ട് കാണിക്കും. ഇങ്ങനെ പിടിച്ചോളൂ. അത് താഴെ പോകും. പിടിച്ചിരിക്കൊണ്ട് കാണിക്കുമ്പോൾ ഒന്ന് നക്കും. അപ്പോൾ ഒന്ന് ചുമാരി വരുത്തും. പിന്നെ ഉണ്ടല്ലോ വ്യത്യാസമാകുമ്പോൾ ഇതിനെ എടുത്തോണ്ട് വരും. ഇങ്ങനെ കാണിക്കും. കൊണ്ടുവയ്ക്കും. നിന്റെയൊക്കെ ആരാധന പോലെ. നിന്റെ ആരാധന ഇങ്ങനെയാണ്. ഞായറാഴ്ച വന്നിട്ട് കൊണ്ടുവന്ന് മുട്ടും പോകും. പിന്നങ്ങ് പോകും. രാത്രി യോഗമില്ല. നിന്റെ ആയുസ് നടന്നിട്ടില്ല. നിനക്ക് ഉപവാസമില്ല. നിനക്ക് വെളിപ്പാടില്ല. നിനക്ക് ആത്മാവില്ല. നിനക്ക് അഭിഷേകമില്ല. ഈ അമ്മച്ചി കുട്ടിയുണ്ടല്ലോ, ഈ ഉണക്ക കുട്ടിയോട് കാണിച്ചിട്ട് പോകുന്ന പോലെ ആരാധന. യേശു വന്നിരിക്കാണ്. നിന്റെ സഭ എങ്ങനെ പോകും? അതെങ്ങനെയാ? ഒരു പശുവുണ്ട്. ഞങ്ങൾക്കൊരു പശുവുണ്ട്. 10 ലിറ്റർ പാല് വേണം. എനിക്ക് 10 ലിറ്റർ പാല് വേണം. ഇന്നലെ ഉപദേശം നിർത്താനൊക്കെ. എന്നിലെ ഉപദേശമാണ് നിർത്താനൊക്കെ. അല്ലെങ്കിൽ എനിക്കും കൊച്ചുങ്ങൾക്ക് പാല് കുടിക്കാൻ പറ്റും. എനിക്കും കൊച്ചുങ്ങൾക്കും പാല് കുടിക്കാൻ വന്ന് കേറിക്കൊള്ളുക. അങ്ങ് വന്ന് കേറിക്കൊള്ളുക. ഈ മരുന്ന് ഉപദേശമാരൊക്കെ ജോലി ഭാഷ കാണാൻ പോകത്തില്ല. യേശു ഭാഷ കാണാൻ പോകത്തില്ല. മുടിഞ്ഞമാര് ആര് വന്നാൽ ഇയാൾ കൂടി കേൾക്കുള്ളൂ. ഇതിന്റെ ആവശ്യമല്ലോ. ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. 4 മാസം ഒരു ചെക്ക് എഴുതി കൊടുക്കാതെ വിടാമെങ്കിൽ എന്റെ ആയുസ് കൊടുത്താൽ നിന്നെ കവർ ചെയ്യും പോലീസുമാർ. എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാൻ ദൈവദാസന്മാരെ ശുശ്രൂഷിച്ചു. ചിലപ്പോൾ അറിയാതെ ദൂതന്മാരെ ശുശ്രൂഷിക്കും. അതാണ് പരിപാടി. അറിയാതെ ശുശ്രൂഷിക്കും. എനിക്കൊരു പശുവുണ്ട് കേട്ടോ. എനിക്കൊരു പശുവുണ്ട്. ജേഴ്സി പശുവാണ്. ജേഴ്സി പശു. അത് കറവക്കാരനാണ് കറക്കുന്നത്. കുട്ടിയുണ്ടല്ലോ. ആ കുട്ടിയുണ്ട്. പിടിച്ചാൽ നിൽക്കത്തില്ല. ഒരു ദിവസം കയറ് പൊട്ടിച്ച് ചാടി വെളി ചാടി. അപ്പൊ ഭാര്യയും മകനും കൂടെ തൂങ്ങി. കുട്ടിയെ പിടിക്കില്ല. കൊടുത്ത് അടിച്ചു നോക്കി. കൊടുത്ത തീ കൊണ്ട് വെച്ചു പറ്റത്തില്ല. ഒരു വേലയിൽ അതിന്റെ കഴുത്തില് ഒരു കയറിട്ടിട്ട് എന്റെ 4 മക്കളും ഭാര്യയും കൂടെ ചേർന്നാണ് കുട്ടിയെ വലിച്ചിളക്കിക്കൊണ്ടെന്ന് കെട്ടിയപ്പോൾ കയറ് ഉരുകിപ്പോയി. കുടി 10 ലിറ്റർ പാലില്ലയോ? 10 ലിറ്റർ പാൽ ഇതിങ്ങോട്ട് വന്നിട്ട് ഈ തള്ളയുടെ അടിയിൽ വന്നിട്ട് ഒരു മുട്ടുമുട്ടി. ഇതിന്റെ അകടില് ഈ പശു ഉണ്ടല്ലോ. ഒരു 2.5 കോല് പൊങ്ങി. ഈ പശു അങ്ങനെയല്ല. അങ്ങനെ ഇതൊക്കെ
ഇതൊക്കെ നിർത്തണം സഹോദര. ഇതൊക്കെ നിർത്തണം. ആമേൻ. ആമേൻ. രോഗോപശാന്തിയോടുകൂടെ രോഗോപശാന്തിയോടുകൂടി കുതിച്ചു കയറണം. ആത്മാവിൽ കുതിക്കണം. ദൈവസഭ ആത്മാവിൽ കുതിച്ച് ശക്തിയോടുകൂടെ. എന്തുകൊണ്ട്? യേശു വരാനായി. നോയിയുടെ കാലം സംഭവിക്കാൻ പോവാം. ദൈവജനം അനുദിനം ചൂട് പിടിക്കണം. ആത്മാവിൽ കുതിക്കണം. ആരാധന ആത്മാവായിരിക്കണം. ആത്മാവിൽ കുതിച്ചാൽ നിനക്കൊരു ഗുണമുണ്ടാകും. നിന്റെ സോക്കേട് അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? പിന്നെ ഉളിക്കീലെ കൊച്ചമ്മ ചരിത്രം അറിഞ്ഞു. 3 മക്കള് പേർഷ്യയില്, 3 മക്കൾ പേർഷ്യ, ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം ജർമ്മനിയില്, 5 ഉണ്ട്. വിറ്റാമിൻ ഗുളിയൊക്കെ അയച്ചു കൊടുത്തു. അച്ഛനും കൊച്ചമ്മ മൂന്നു. തടിയായി. കൊച്ചമ്മ നല്ല വണ്ണമൊക്കെ ഉണ്ട്. ഞാൻ ജോലിച്ച് ഭാഷയുടെ തൊങ്ങെ പോലെ ഇരിക്കും. ചട്ടയും കൊണ്ട് കൊടുത്തു. അന്ന് മറ്റേ ഫോറിൻ കണ്ണാടിയും വെച്ച് ചട്ട. ഇപ്പോഴത്തെ ഫോറിൻ ബാഗുണ്ടല്ലോ, ഫോറിൻ ബാഗ് ഉണ്ട്, അതും പൊക്കി പിടിച്ചു. ഒച്ചമ്മയ്ക്ക് ഹാർട്ടിന് അസുഖം, ചെറിയ അസുഖമാണ്. ചെന്ന് നിന്ന് കൊടുത്തു. പുഷ്പഗിരി ഡോക്ടറുടെ മുമ്പിൽ ഡോക്ടർ നോക്കിയപ്പോ മേപ്പോട്ട് നോക്കിയപ്പോ ഒച്ചമ്മ മോശമൊന്നുമല്ല. ഇതെല്ലാം കണ്ടപ്പോൾ അതെ കണ്ണടി കണ്ടപ്പോൾ ഡോക്ടർ ആരെന്നറിയാം. അവൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അതിനപ്പുറം പണിയാൻ ഒരു കുന്തം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ച് പിടിച്ചു. പിടിച്ചപ്പോൾ ഒരു ഇംഗ്ലീഷ് പറഞ്ഞു. ഓട്ടോമാറ്റിക് പറഞ്ഞു ANS നേഴ്സ്. ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഡോക്ടർ കോഡ് ഭാഷ കൊച്ചമേക്കാരി പിടിച്ചു. പാവപ്പെട്ട നടന്നുപോയ കൊച്ചമ്മ പുഷ്പഗിരി കയറിയപ്പോ കൊണ്ടുവന്ന് ചാരി വെച്ചു. എന്താ വിഷയം? എന്റെ അപ്പന്റെ കാലത്ത് ഈ പെട്ടെന്ന് ചാവുമ്പോൾ അതിന്റെ പേര് മാടനടി. എന്റെ അപ്പന്മാര് കൊച്ചിലെ പറയുന്നത് പാറശാല ആരെങ്കിലും പെട്ടെന്ന് എത്താൻ. എന്താ അസുഖം? ഇത് മാടനടിയാണ്. അവൻ തൊലഞ്ഞിരിക്കുന്നു. ഈ മാടനടി പുരോഗമിച്ച് ഇപ്പൊ വന്നത് അപ്പന്റെ അത് ഹാർട്ട് ഫെയിലിയർ. അത് പുരോഗമിച്ചു. ഈ ഹാർട്ട് ഫെയിൽ പുരോഗമിച്ചിട്ട് എന്തോ യേശു കീശുന്നല്ലേ? ഇതാണ് കൊച്ചമ്മയുടെ സൗഖ്യം. അനക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ ജാരി വെച്ചു. അച്ഛനാണ് കൊച്ചമ്മ പറഞ്ഞു വെച്ചിട്ട്. അച്ഛനാണ് കൊച്ചമ്മ പറഞ്ഞു. 6 മണിയായി കൊച്ചമ്മയില്ല, വരുന്നില്ല. എന്താണ് പ്രശ്നം? ഉടൻ പാവപ്പെട്ട അച്ചായനോട് കഴുകി പിടിച്ച് കൊച്ചമ്മയെ 3-ാം മുറിക്കകത്ത് ചാരി വെച്ചിരിക്കും. പാവപ്പെട്ട അച്ചാൻ തടിയും പിടിച്ച് കൊച്ചമ്മയെ കാണാൻ പോകും. കൊച്ചമ്മ 3-ാം മുറിയിൽ ചാരി വെച്ചിരിക്കും. അച്ചാൻ പറഞ്ഞു കാണുന്നത് പക്കത്തിൽ കാണിക്കുന്നില്ല. ചെറിയൊരു വേദന. ചട്ടയും കൊണ്ടും കണ്ണാടിയാണ് ചട്ടയും കൊണ്ട് കണ്ണാടി വേണം ഡോക്ടറെ ഇടയ്ക്ക്. എത്രയോ പാവപ്പെട്ട പലക്കള്ളികള് ഗോതമ്പ് പോലെ അവിടെ ചെന്നിട്ട് അവളെ നോക്കത്തുമില്ല. എത്രയോ പാവപ്പെട്ട പലക്കള്ളികൾ ഗോതമ്പ് പോലെ അവിടെ ചെന്നിട്ട് അവളെ നോക്കത്തുമില്ല. ഞങ്ങളുടെ നാട്ടിൽ പലക്കള്ളിയൊക്കെ പാവപ്പെട്ടവർക്ക് അട്ടാക്കുമില്ല, മാടനടിയുമില്ല, ഒരു കുന്തവുമില്ല. ഉണ്ടെങ്കിൽ വലിയ കൊച്ചന്മാരൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് അത് അട്ടാക്കുമില്ല, അത് മാടനടിയുമില്ല. വല്ല ഉണ്ടെങ്കിൽ കൊച്ചന്മാരൊക്കെ ഉണ്ട്. ഒരു ദിവസം 100 രൂപ വാടകയാണ്. വെളിയിൽ കുളിയ 3 രൂപ. വെളിയിൽ കുളിയയ്ക്ക് 3 രൂപ. അകത്ത് 12 രൂപ. തൊട്ടതിന് 3 രൂപ. പിടിച്ചതിന് 3 രൂപ. കുത്തിയതിന് 7 രൂപ. കണ്ടതിന് 7 രൂപ. കിടന്നതിന് 100 രൂപ. എന്ത് പറ്റി? സംഗതിയായി മക്കൾക്ക് ഫോൺ ചെയ്തു. എന്താടാ നിന്റെ അമ്മ ഇതാ കിടക്കുന്നതാ. വന്ന് കാണി. പടച്ചടിച്ച് അങ്ങുമിരിക്കുക. പിള്ളേർ പടച്ചടിച്ച് അങ്ങുമിരിക്കുക. അമ്മയില്ലയോ? എന്റെ അമ്മ കാണാതെ ഒതുങ്ങുമോ? അവരെയും കേട്ടിട്ടില്ല. എന്ത് പറ്റി? ഈ നശിച്ച് ആശാരി പോയി ചാടിക്കൊണ്ടു.
കൊടുത്തു. ഞാൻ ചെന്നപ്പോൾ എന്റെ കൂട്ടുകാരന്റെ മകളെ പേപ്പർ കെട്ടിട്ടിരിക്കുകയാണ്. എന്റെ കൂട്ടുകാരന്റെ മകളെ പേപ്പർ കെട്ടിട്ട് ഞാൻ ചെന്ന് കണ്ടിട്ട് വന്നപ്പോൾ അപ്പൊ ഈ എന്നോട് ഈ വാർഡ് ഹാർട്ട് ഫെയിലായിട്ടുള്ളവരുടെയൊക്കെ വാർഡാണ്, ഇവിടെ ഇതിനകത്ത് കയറാൻ ഒക്കത്തില്ല, ഇതങ്ങനെ നമ്മളൊന്നും വിടത്തില്ല എന്ന് പറഞ്ഞു. ഈ വാർഡ് ഹാർട്ട് ഫെയിലായി കിടക്കുന്നവരുടെ വാർഡാണ്, ഇവിടെ അങ്ങനെ ആരും നമ്മളെ ആരും വിടത്തില്ല, കാണാനൊക്കത്തില്ല. ഞാൻ നോക്കിയപ്പോൾ ഈ പുളിക്കിലെ അമ്മച്ചിരിക്കുക, എന്റെ യോഗത്തിൽ അഭിഷേകം പ്രാപിച്ച ഞാൻ മാറും. ഞാനവിടെ കാത്തു നോക്കിയായിരുന്നു. ഞാനവിടെ കാത്തിരിക്കും. അപ്പൊ രക്ഷയില്ല. ഒരു 5 നിമിഷം നിന്ന് രക്ഷയില്ല. 5 നിമിഷം നിന്ന് അപ്പോൾ ഒരാൾ പറഞ്ഞു ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു നേഴ്സ് കുറച്ച് മരുന്നും ഒരു ഗുളിയും കൊണ്ടുവരും, അപ്പോൾ ഓട്ടോമാറ്റിക് അളവാണ്, ആ തുറക്കുമ്പോൾ നിങ്ങൾ വിടുവെങ്കിൽ കയറാൻ പറഞ്ഞു. അപ്പോഴേ അവരെ മരുന്നും ഗുളിയും കൊണ്ടുവരും, അപ്പോൾ നിങ്ങൾ വിടുമെങ്കിൽ ഓട്ടോമാറ്റിക് കഥകാണ്. ഞാൻ അങ്ങോട്ട് മാറി ബോംബെ നിന്നതുപോലെ, പന്തളം പാപ്പയുടെ ഭാര്യ സ്ഥാനപ്പെടുത്തി നിന്നതുപോലെ, പാപ്പയുടെ ഭാര്യയെ സ്ഥാനപ്പെടുത്താൻ നിന്ന പോലെ അവിടെ നിന്നു. അപ്പൊ വരുന്ന ഒരു കുന്തോമ്പച്ചോട് നേരിട്ട് പറഞ്ഞു. ഞാൻ ഇവരോട് തള്ളിയത് എനിക്ക് റൂട്ടറിയാം. രോഗിയുടെ അതെനിക്കറിയാം. ഉച്ചിട്ട് എന്നെ കണ്ടു കൊച്ചമ്മ കരയാൻ തുടങ്ങി. എന്നെ കണ്ടു കൊച്ചമ്മ കരയാൻ ഫിറ്റ് വെച്ചിരിക്കാം. ഞാൻ പറഞ്ഞു കൊച്ചമ്മേ എന്തോ അസുഖം ഞാൻ സംസാരിക്കാൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഇതിനങ്ങോട്ട് മാറ്റിയപ്പോൾ കൊച്ചമ്മ എഴുന്നേറ്റ് ഞാൻ കൊച്ചമ്മ ഔഷധമാറ്റി കൊച്ചമ്മയില്ലയോ, ഞാൻ അഭിജയം പ്രാപിച്ച കൊച്ചമ്മ ആരാധിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആയി പോയി. അന്ന് ഉച്ചിരോട് ഈ വിറ്റാമിൻ മക്കളും വെളിയിൽ പോയി, ചട്ടയും മുണ്ടും പോരും കണ്ണാടി കുന്തോ വന്നപ്പോൾ ആത്മാവ് നിന്ന് പോയി. നീ നിന്നാൽ നിന്നെ നിർത്താൻ പണിയുണ്ട്. നീ നിന്നാൽ നിർത്താൻ പണിയുണ്ട്. ഒരു പാട്ട് പാടി കൂട്ടിരിക്കാൻ ഏത് ഹോസ്പിറ്റലിലും ഏത് കോടതിയിലും ഏത് കച്ചേരിയിലും ഏത് കോടതിയിലും കയറി ധൈര്യമായി കാര്യം പറയാൻ എനിക്ക് പണ്ടേ ഒരു ചക്കരി. ഞാൻ വഴിമാറാത്ത പിശാചായിരുന്നു. നീതി അനുകൂലിച്ചുകൊണ്ട് അതിനെ തട്ടിക്കൊണ്ട് വേദന കൂട്ടിക്കൊണ്ട് അന്ന് ഇന്ന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു. എന്താ പാട്ട് അപ്പോഴുണ്ട് രണ്ട് ഉപദേശം ഇങ്ങോട്ട് വരിക. എന്റെ കൂട്ടുകാരൻ പയ്യക്കാലി ഒരു നേഴ്സം കൂടി അങ്ങ് പറയാൻ പോയി ഉപദേശമായി ഇവിടെ ആക്കി 3-4 സന്തോഷമായി 4 കൂടെ കയറി ഈ പാട്ടാണ്. പൈസ ഏതാണെന്നറിയാമോ? എന്നെ എന്നോടു കൂടെ കട്ടിൽ പിടിച്ചോണ്ട് അമ്മയ്ക്ക് പഴയ ശക്തി അമ്മച്ചിയുടെ ഹാർട്ടും കണ്ടില്ല ഹൂട്ടും കണ്ടില്ല. ഹാർട്ടും കണ്ടില്ല ഹൂട്ടും കണ്ടില്ല. ഇടി വെച്ചും പോലെ 4 അന്യഭാഷ ഇന്ന് തൊള്ളാം. ആളെല്ലാം ഓടിക്കും. അകത്ത് കുറ്റിട്ടിരിക്കുന്നു. അമ്മച്ചിയുടെ മക്കളെ കാശ നിന്റെ അപ്പൂപ്പന്റെ കാശൊന്നുമല്ല. എന്റെ അപ്പൂപ്പന്റെ കാശ് ഞങ്ങൾ ബന്ധിക്കോസ. അമ്മച്ചും ബന്ധിക്കോസ. തന്റേടം വേണം. തന്റേടം ആളില്ല. കഴിഞ്ഞാഴ്ച വന്നല്ലോ. കഴിഞ്ഞാഴ്ച സുവിശേഷ വിശ്വാസം ഇത് 3 വേണം. ഇത് നേടണം. ജനത്തിനെ ഇറക്കിവിടും. അപ്പോൾ വരുന്നു അപ്പച്ചൻ. അപ്പച്ചൻ എല്ലാം കൂടെ വേണം. അമ്മച്ചിക്ക് സുഖമായി. അമ്മച്ചി മാറി. അമ്മച്ചി പറയാണ് എനിക്കിപ്പോ വീട്ടിൽ പോകാം. ബില്ല് കൊടുക്കാൻ 12,000 രൂപ ബില്ല്. 12,000 രൂപ. പക്ഷെ ഈ അമ്മച്ചിക്ക് ഒരു പാവപ്പെട്ട ഉപദേശം വന്നാൽ 2 രൂപ കൊടുക്കും. അമ്മച്ചി പാവപ്പെട്ട ഉപദേശം വന്നാൽ 2 രൂപ. അത് പഴയ കാലത്ത് 3 രൂപ കൊടുക്കാറില്ല. പഴയ കാലത്ത് 3 രൂപ. ഇപ്പൊ ഞെരടക്കമാണ്. അപ്പോൾ അതിനെ ചേർത്ത് അങ്ങ് പുള്ളിക്കാരെ മാറ്റം. അപ്പൊ ചേർത്ത് പുള്ളിക്കാരെ മാറ്റി. നീയും അതുപോലെയാണ്. അങ്ങോട്ട് എഴുതണം. അമ്മച്ചും അപ്പച്ചനും അറിയുന്നതിന് അമ്മച്ചും അറിയുന്നു. പാവപ്പെട്ട ഉപദേശിമാർ അവിടെ ഉണ്ടെങ്കിൽ നേരത്തെ കൊടുത്തേക്കണം. അല്ലെങ്കിൽ മാറനടി വരും. അച്ഛാന്റെ ഭാര്യ വല്ലതും കൊടുക്കും. ഈ അച്ഛാന്റെ ഭാര്യ വല്ലതും കൊടുക്കും. ദൈവദാസിയാണ്. ആര് എന്നാലും വെറുതെ വിടത്തില്ല. കർത്താവിന് സ്തോത്രം. ഉള്ളിയും കൊടുക്കും. അങ്ങനെ കൃപ ആവശ്യമാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വലിയ പാഷയുടെ വീട്ടിൽ പോയി രാവിലെ 6 മണി മുതൽ
രാവിലെ 6 മണി മുതൽ 7:30 മണി വരെ ഞാൻ കാറ് വെളിയിലിട്ടിട്ട് ഒരു സുവിശേഷം അല്ല, ഒരു കാര്യം ഒരു വലിയ ഭാഷയുടെ ആൾ വീട്ടിലാണ്. ഒരു വലിയ ഭാഷ ദൈവനാമത്തിൽ പറയാണ്. 1.5 മണിക്കൂർ സംസാരിക്കാൻ ഇരുന്നിട്ട് എനിക്കൊരു കടുങ്കാപ്പി തന്നില്ല. 1.5 മണിക്കൂർ സംസാരിച്ചിരുന്നിട്ട് എനിക്കൊരു കടുങ്കാപ്പി തന്നില്ല. എന്റെ ദൈവമേ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന PV ആശാരി ഈ വലിയവന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കടുങ്കാപ്പി തരാത്തതും ഒരു പാവപ്പെട്ട ഉപദേശി 6 മാസം താമസിച്ച ഒരു പച്ചവളം കൊടുക്കുമോ ഈ കൊഞ്ഞി പെണ്ണുമ്പിള്ള? ഇന്ത്യയിൽ അറിയപ്പെടുന്ന PV ആശാരി ഒരു വലിയ പാർട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് അതേ അടി കുട്ടിക്കാൻ തരാഞ്ഞവർ, അതേ ഒരു പാവപ്പെട്ട ഉപദേശി 6 മാസം താമസിച്ചു കഴിഞ്ഞാൽ വല്ലതും കൊടുക്കും. ഇത് ഞാൻ ഒരാളോട് പറഞ്ഞു. ഫോൺ ചെയ്ത് ചോദിച്ചു. വീട്ടിൽ ഫോണും നോക്കണ്ട. വീട്ടിൽ ഫോണും നോക്ക്. അപ്പൊ പുള്ളി പറഞ്ഞു അത് ശരിയല്ല. അത് ശരിയല്ല. 40,000 ആൾ എന്റെ യോഗത്തിൽ കൂടി. 40,000 ആൾ എന്റെ യോഗത്തിൽ കൂടി. പിറ്റേയാഴ്ച കാട്ടാക്കട കൺവെൻഷൻ. പേരും വീടും അഡ്രസ്സും ഭാര്യയുടെ പേരും പറഞ്ഞു കൊടുക്കും. പേരും വീടും അഡ്രസ്സും ഭാര്യയുടെ വീടും പറഞ്ഞു കൊടുക്കും. ഒരു 5,000 ആൾ അവരുടെ പാർട്ടിയാ. 5,000 ആൾ അവരുടെ പാർട്ടി. എനിക്കന്ന് പേടിയില്ലെന്നേ. എനിക്ക് പേടിയില്ല. ഇങ്ങനെയുള്ളവന്മാരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകണ്ട. മനസ്സിലാണ്? ഇങ്ങനെയുള്ളവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. 10,000 ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പാവപ്പെട്ട ഉപദേശിമാർ ചെന്നപ്പോൾ ഓർത്തനെ കേട്ടതില്ല. അതടച്ചു. പെണ്ണുമ്പിള്ള പറയും നോ അഡ്മിഷൻ. നാളെ വരാൻ എന്ത് പറ്റി? ബാങ്കിൽ നിന്ന് പണവും മാറിക്കൊണ്ട് നോക്കിട്ട് പോയി. രാത്രി 12 മണിക്ക് ഉപദേശിമാരെ ചൂടായാൻ പേര് പറയും. ചൂടായ ഞാൻ പേര് രണ്ടിന്റെ പെട്ട പേര് ഞാൻ പറയും. രണ്ടിന്റെ പേര് എനിക്ക് പേടിയൊന്നുമില്ല. ഞങ്ങൾ ക്രിസ്തുവിന്റെ കണ്ട് സാക്ഷികളാണ്. രാത്രി അങ്ങോട്ട് കയറിയിട്ട് പിടിച്ചപ്പോൾ പുള്ളിക്കാരൻ വന്നു. എന്താ ചോദിച്ചു? രണ്ട് വേദോസം ഉണ്ട്. എന്താ ചോദിച്ചു? അസുഖം കൂടുതലാണ്. ഇവന് അസുഖം കൂടുതലാണ്. കൈവച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞപ്പോഴേ ഇവിടെ കർത്താവദാസൻ മനസ്സിലായി പരിപാടി. പറഞ്ഞപ്പോഴേ കർത്താവിന്റെ ദാസിന്റെ പരിപാടി മനസ്സിലായി. നടന്ന സംഭവം കള്ളമൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് 8 ഉപദേശിമാരകത്ത് കയറി. 8 ഉപദേശിമാരകത്ത് കയറി. ഒരുത്തനെടുത്ത് കാഞ്ചി വലിച്ചു. നിന്നോട് പറയാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് മാറിയ 1,70,000 രൂപ നിന്റെ വീട്ടിരിപ്പുണ്ട്. വേഗം എടുക്കണം. തന്നില്ലെങ്കിൽ നിന്നെ ഇപ്പൊ ചുടുവെന്ന് പറഞ്ഞു. ഇവന്റെ മുട്ടടി തുടങ്ങി. ആറടി പൊക്കമാണ്. അച്ചായോ മിണ്ടെണ്ണ കൊടുപ്പിക്കാൻ ഒരു 10 പൈസ പോലും കൊച്ചമ്മ എടുക്കാതെ എന്റെ അച്ചാനെ കിട്ടിയാൽ മതി. എന്റെ അച്ചാനെ പാവപ്പെട്ട ഉപദേശിവർ നിന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചപ്പോൾ 10 പൈസയും കടുങ്കാപ്പും കൊടുക്കാത്ത സഹോദര, ദൈവമാണെങ്കിൽ കാഞ്ചി ചൂണ്ടേണ്ട കാലം വരാൻ പോവുകയാണ്. എത്രയോ പാവപ്പെട്ട ഉപദേശിമാർ നിന്റെ പാട്ടി വന്നോ. 10 പൈസയും കടുങ്കാപ്പും കൊടുക്കാത്ത സഹോദര, കാഞ്ചി നിന്നേറെ ചൂണ്ടേണ്ട സമയമായി. കേരളത്തിൽ കമ്മ്യൂണിസമാണ്. ഇപ്പൊ കേരളത്തിൽ കമ്മ്യൂണിസം. ഞാൻ പറയാം, അനേക പാസ്റ്റർമാരെ വീട്ടിൽ കാഞ്ചി ചൂണ്ടാൻ പോവുക. അതെ, അനേക വീട്ടിൽ കാഞ്ചി ചൂണ്ടാൻ. എന്തുകൊണ്ട് അന്ത്യകാലം മരിക്കാൻ നോയുടെ കാലം പോലെ പിന്നെ കുഴപ്പമൊന്നുമില്ല. പുള്ളിയെ കൊന്നില്ല. അതൊക്കെ എനിക്കിഷ്ടമാണ്. എനിക്കിതാണ് സുവിശേഷമുള്ള ഇഷ്ടം. എനിക്ക് ഇതൊക്കെ സുവിശേഷം. ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങള് സ്ത്രീകള് പുട്ടുണ്ടാക്കുമ്പോൾ ഇടയിൽ തേങ്ങ ഇടുന്നു. ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ പുട്ടുണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് തേങ്ങ ഇടുന്നു. അതുപോലെയാണ് എന്റെ പ്രസംഗത്തില്. അതുപോലെയാണ് എന്റെ പ്രസംഗം. ഇതൊക്കെ കൂടെ പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇതൊക്കെ കൂടെ പറഞ്ഞെങ്കിലേ എനിക്ക് ഇൻട്രസ്റ്റ്. നീ എന്നെ കൂടപ്പെടുത്തുള്ളൂ. എന്തിലെ നീയൊക്കെ കൂടെ നിനക്ക് മരുന്ന് ഇതാണ്. ദൈവമക്കളെ പ്രാർത്ഥിക്കണം. കണ്ണുകളടയ്ക്കാം. കരുത്തനേരം പ്രാർത്ഥിക്കാം. ന്യൂയോർക്കിന് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. പ്രാർത്ഥിക്കാമെങ്കിൽ അതൊക്കെ സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥനകൾക്കും ലോകോപശാന്തിയോടുകൂടെ വരുന്ന പോലെ നമുക്ക് ഇതിനകത്ത് ചുള്ളിച്ചാടാം. നോയുടെ കാലത്ത് ആരും ഗുണപ്പെട്ടില്ല. കണ്ണുകളെ മൂടാം. എഴുന്നേറ്റ് പാട്ട് പാടാം. സന്ദർശിക്കാൻ പോവാം. ഈ രാത്രിയില് ദൈവത്തിന് മഹാശക്തി
പോവുകയാണ്. പ്രയാസങ്ങളുമുണ്ടെങ്കിൽ അയച്ചതിനെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. 107 സങ്കീർത്തനം 20 വായിക്കുമ്പോൾ 20 വായിക്കുമ്പോൾ അവൻ തന്റെ വചനത്തെ അയച്ച് അവനെ സൗഖ്യമാക്കി. കൈവച്ച് പ്രാർത്ഥിക്കാമെങ്കിലും വിശ്വാസത്തോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ക്രൂശിലേക്ക് നോക്കാം. ദൈവം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കൺമനുഷ്യനെ രോഗശാന്തി ബാധിച്ചുകൊണ്ട് ഈ സഭയിലെ സെക്രട്ടറി ഇപ്പോൾ ശബ്ദമെടുത്ത് പ്രാർത്ഥിക്കാൻ പോവുക. ആമേൻ, പ്രാർത്ഥിക്കാം. രോഗശാന്തി അത് പ്രാപിക്കേണ്ടതിന് സഭയിലെ സെക്രട്ടറി ഇപ്പോൾ കൈവർത്തി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. ഓടി, ഓടി, സന്ദർശിക്കണമേ, സന്ദർശിക്കണമേ. രോഗിയെ തൊടുമാറാകണമേ. ഏത് സ്ഥലത്ത് വേദന ഉണ്ടോ വചനം വായിച്ചാട്ടെ, വചനം വായിച്ചാട്ടെ, വചനം വായിച്ചാട്ടെ, വചനം വായിച്ചാട്ടെ, വചനം വായിച്ചാട്ടെ.